Good morning. How many of you know about Kerala history? Nobody. സ്കൂളിൽ പഠിച്ചതൊന്നും അറിയില്ല. ഏതെങ്കിലും ഒരാളുടെ പേര് പറയാമോ? ഹിസ്റ്ററിയിൽ ഹിസ്റ്റോറിയൻ, either historian who is a writer. Tell me the name of one woman. Anna? Akamacharyan. Fine. So, yeah. Akamacharyan's contribution is very large. And ഒരു ശിലയുണ്ട് തോന്നുന്നു അല്ലേ, പ്രതിമയുണ്ട് തോന്നുന്നു അല്ലേ അക്കമച്ചറിയാന്. എത്ര ശിലകളുണ്ട് സ്ത്രീകളുടെ പ്രതിമകൾ എത്രന്നുണ്ട് കേരളത്തിൽ? ആനിമസ്ത്രീ വിമൻസ് കോളേജിന് മുമ്പിലൊന്നുമില്ല. അക്കമച്ചറിയാൻ വേറെ എവിടെയുണ്ട്, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ ഫൈൻ. അപ്പം കടമന്നിട്ട എന്ന് പറയുന്ന ഒരു കവിയുണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ അറിയണം നമ്മളെങ്ങനെ നമ്മളായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഈ വേഷത്തിൽ ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ പലതരത്തിലുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് അവിടെ ഇരിക്കുന്നു. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ഒരു മാറി വന്ന ഇതിൻ്റെ ഒരു ചരിത്രമില്ലേ? ഡ്രസ്സിങ്ങിൽ മാത്രം, വസ്ത്രധാരണം എന്ന് പറയുന്നതിൽ മാത്രം തന്നെ വലിയൊരു ചരിത്രമുണ്ട്. ഓരോ വിഷയത്തിൻ്റെയും പിന്നിൽ there is a history. സോ ഹിസ്റ്റോറിക്കലായിട്ട് ഇപ്പം നിങ്ങൾ തന്നെ വീട്ടിൽ പോയിട്ട് മുത്തശ്ശിയോട് ചോദിച്ചോട്ടെ, മുത്തശ്ശി എന്താ വസ്ത്രം ധരിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ entirely different from what you are wearing today. The education entirely different from what you are today. ഇപ്പൊ ഇന്ന് നമുക്ക് ഇങ്ങനെ PG ലെവലിലും റിസർച്ച് സെന്റർ വരെയാണ് ഓൾ സയൻസ് കോളേജ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെ റിസർച്ച് സെന്റർ ആവാനുള്ള ഒരു സാഹചര്യം എങ്ങനെയുണ്ടായ? ഒരു 100 വർഷം മുമ്പ് ഇത് പറ്റുമായിരുന്നു. That is what, the relevance of history, how we have become what we are today. That we should know. Without knowing that, we cannot go forward. Without knowing the past, we cannot talk about the future or the present. So naturally, we should know the past. Tayaranga? Should we go to 19th century? Okay. So we are going to 19th century. 19th century എന്ന് പറയുന്നത് ജാതി വളരെ രൂക്ഷമായിരുന്നു, ജന്മിത്വം ഉണ്ടായിരുന്നു. ഇതർത്ഥം അറിയാമോ? ജന്മിത്വം എന്നൊക്കെ പറഞ്ഞാൽ ലാൻഡ് ലോഡിസം ഉണ്ടായിരുന്നു, നാടുവാഴിത്വം ഉണ്ടായിരുന്നു. നാടുവാഴി രാജാവിനെ പോലെ തന്നെ നാടുവാഴികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ജാതി, ജന്മി, നാടുവാഴിത്വം എന്ന് പറയുന്നതാണ് കേരളത്തിന്റെ 19th സെഞ്ചുറി സിനേറിയോ എന്ന് പറയുന്നത്. അതിൽ ജാതി എന്ന് പറയുന്നത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അയാൾ അല്ലെങ്കിൽ അവളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ജാതിയുടെ അടയാളങ്ങൾ സ്വന്തം ശരീരത്തിൽ കയറിയിരുന്നുള്ളതാണ്. ജാതി വ്യത്യസ്ത തലങ്ങളിലായിട്ടായിരുന്നു. ഇപ്പം ഹിന്ദുസിന്റെ ഇടയിൽ തന്നെ ഏറ്റവും ഉയർന്ന ജാതിയായിരുന്നത് നമ്പൂതിരിമാരായിരുന്നു. അതിന്റെ തൊട്ട് താഴെ നായന്മാരായിരുന്നു. അതിന്റെ താഴെ ഇന്നിപ്പം ജാതി പറയുന്നതൊക്കെ തെറ്റാണ്. പക്ഷെ ഒരു കാലത്ത് ഈ ജാതി മാത്രം അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ മുത്തശ്ശിയുടെ കാലത്തുണ്ടായിരുന്നത്. അപ്പം ഏറ്റവും ഉയർന്ന അപെക്സ് ഓഫ് ദ സൊസൈറ്റി എന്നൊക്കെ പറയുന്നതിൽ നമ്പൂതിരിമാരായിരുന്നു. നമ്പൂതിരി കഴിഞ്ഞിട്ട് നായർ കഴിഞ്ഞിട്ട് ഈഴവ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ദലിത് എന്നൊക്കെ പറയുന്ന ഹരിജൻസ്. ഏറ്റവും മിനിമം ഈ 4 കാറ്റഗറിയിലായിരുന്നു ജാതി കാര്യമായിട്ട് കളിച്ചിരുന്നത്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രം ഉണ്ടായിരുന്നു, ലീനിയേജ് ഉണ്ടായിരുന്നു, മാട്രിലീനി ഉണ്ടായിരുന്നു. നായന്മാരുടെ ഇടയിൽ മാട്രിലീനി ആയിരുന്നു. മാട്രിലീനി എന്ന് പറയുമ്പോൾ തന്നെ മലയാളത്തിൽ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. കാരണം റോബിൻ ജെഫ്രി പോലെയുള്ളവർ, കേരളത്തെക്കുറിച്ച് പഠിച്ചവർ, മാട്രിലീനി എന്ന് പറയുന്ന ഒറ്റൊരു വാക്കുകൊണ്ടാണ് മരുമകത്തായം എന്ന് പറയുന്ന സംഭവത്തെ വിവരിച്ചിരിക്കുന്നത്. മറിച്ച് മരുമകത്തായം എന്ന് പറയുന്നത് 2-3 ടൈപ്പാണ്. ഒന്ന് പെൺവഴി അവകാശം, മറ്റൊന്ന് അനന്തരാവകാശം, മൂന്നാമത്തത് മരുമകനിലൂടെ അവകാശം അടുത്ത തലമുറയിലേക്ക് പോകുന്ന മരുമകത്തായം മരുമകനിലൂടെ വരുന്നു എന്നുള്ളത്. സോ അവിടെ ഇതിനെ കുറിച്ചൊക്കെ റോബിൻ ജെഫ്രി, ജോൺ വെഞ്ചർ എന്നൊക്കെ പറയുന്ന ഫോറിനേഴ്സ് പഠിച്ചിട്ടുണ്ട്
കേരളത്തെ കുറിച്ച്. അതിലും കേരളത്തിലുള്ള ഈ പറഞ്ഞ മരുമക്കത്തായ എന്ന് പറയുന്ന ഒറ്റൊരു നായന്മാരുടെ ഇടയിൽ മാത്രമായിരുന്നില്ല, മലബാറിലുള്ള മുസ്ലിംസിന്റെ ഇടയിൽ മരുമക്കത്തായ ആയിരുന്നു. മരുമക്കത്തായ എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് സ്ത്രീ പോകണ്ട, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭർത്താവിന്റെ വീട്ടിലേക്ക് സ്ത്രീ പോകേണ്ട ആവശ്യമില്ല, മറിച്ച് ഭാര്യയുടെ വീട്ടിലേക്ക് ഭർത്താവ് വരികയാണ് ചെയ്യുക. സോ ഷീ വിൽ ഹാവ് എൻ അഡ്രസ്. അതിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. സോ ജാതി എന്ന് പറയുന്നതിൽ വസ്ത്രധാരണത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്പൂതിരിയുടെ വസ്ത്രധാരണ, നമ്പൂതിരിമാരുടെ സ്ത്രീകളുടെ വസ്ത്രധാരണ കോൺസെൻട്രേറ്റിംഗ് ഓൺ വിമൻ. സ്ത്രീകളുടെ വസ്ത്രധാരണ ആയിരുന്നില്ല ഈഴവ സ്ത്രീയുടെ വസ്ത്രധാരണം. അന്തർജനം എന്നാണ് നമ്പൂതിരി സ്ത്രീകളെ അറിയപ്പെട്ടിരുന്നത്. അന്തർജനം ഇറ്റ്സെൽഫ് ഡിനോട്ട്സ് അകത്തുള്ള ആള്, ദ വുമൺ ഇൻസൈഡ്. ബാഹ്യജനമല്ല, അന്തർജനമാണ്. ഈ അന്തർജനത്തിന്റെ പേര് ലോപിച്ച് അകത്തുള്ള ആളെന്ന് പറയുന്നത് ലോപിച്ച് വന്ന് ബൈ യൂസിങ് ഇറ്റ് ഹസ് ബിക്കം ആത്തേമാര്. പഴയ പരിണയം പോലെയുള്ള സിനിമയിൽ കണ്ടാലും അല്ലെങ്കിൽ MRBയുടെയോ VT ഭട്ടതിരിപ്പാടിന്റെയോ രചനകൾ വായിച്ചാലും നിങ്ങൾക്ക് കാണാം ആത്തേമാരെന്നാണ് അതിൽ കാണുന്നത്. അകത്തുള്ള ആള് എന്ന് പറയുന്നതിന് ലോപിച്ചിട്ടാണ് ആത്തേമാർ എന്നുള്ള വാക്ക് വന്നത്. അതിന്റെ താഴെയുള്ളത് അവരുടെ ഇടയിൽ തന്നെ ഗ്രഡേഷൻസ് കുറെ ഉണ്ടായിരുന്നു. നമ്പൂതിരിപ്പാട് വേറെ, നമ്പൂതിരി വേറെ, സാമാന്യൻ വേറെ, ആഢ്യൻ വേറെ, ആസ്യൻ വേറെ എന്നൊക്കെ പറയുന്ന വിവിധ തരം ഡിവിഷൻസ് ഉണ്ടായിരുന്നു. നായന്മാരുടെ ഇടയിലും അതേമാതിരി മേനോൻ, കുറുപ്പ്, പണിക്കര് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വിവിധ സബ്സെക്ഷൻസ് വേറെ ഉണ്ടായിരുന്നു. ഈഴവാസിന്റെ ഇടയിലും ഒരു കേരളത്തിന്റെ തന്നെ ഓരോ വർഷങ്ങളിൽ മിഡിൽ കേരള, നോർത്ത് സൗത്ത് കേരളയിലൊക്കെ തന്നെ ഇവരുടെ പേരുകൾ വരെ വ്യത്യാസമായിരുന്നു. ഈഴവാസ് എന്നാണ് ഒരു സ്ഥലത്ത് പറയാ, തീയ എന്നാണ് മലബാറിൽ പറയാ. അങ്ങനെ പേരുകൾ വരെ, ജാതിയുടെ പേര് വരെ വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു പല സ്ഥലങ്ങളിലും കേരളത്തിലുണ്ടായിരുന്നു. അപ്പൊ ഈ ജാതിയിലെ അടിസ്ഥാന ദളിത് വരെ, അല്ലെങ്കിൽ അന്ന് പറഞ്ഞിരുന്ന ഹരിജൻ എന്ന് പറയുന്നവരും വിവിധ പുലയാ പറയാ കുറേയധികം സബ്സെക്ഷൻസ് അതിലും ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഓരോ ജാതിക്കും അതിൻ്റെതായിട്ടുള്ള കാറ്റഗറി ഉണ്ടായിരുന്നു. ഡ്രസ്സിങ്ങില്, വസ്ത്രവിധാനത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് വിച്ച് ജാതി ഷീ ഓർ ഹി ബിലോങ്സ് ടു. 19ാം നൂറ്റാണ്ടിലാണ് നമ്മളെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇതുവരെയുള്ള ഒരു തോട്ടം കൊണ്ട് എടുത്തിട്ടായിരിക്കും, ടോപ്ലെസ് ആയിരിക്കും. നിങ്ങൾ എല്ലാവരും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ചെയറിലായിരിക്കില്ല, നിലത്ത് കുത്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതേമാതിരിയുള്ള മുട്ടുവരെയുള്ള ഒരു മുട്ട് എടുത്തിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നുണ്ടാവുക 19th century ആണെങ്കിൽ. അപ്പൊ വസ്ത്രധാരണത്തെ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, വ്യത്യാസം ഉണ്ടായിരുന്നു. അതിലും വിവിധ ജാതികൾ, ഞാൻ ഈ ആദ്യം സൂചിപ്പിച്ച ആക്ട്സ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്ന നമ്പൂതിരിമാരുടെ ഇടയില് പൊതപ്പും കൊടയും എടുക്കുക എന്ന് പറയാം, വലിയൊരു മുട്ട്. ഇപ്പം ഈ പറഞ്ഞ ദളിത് അല്ലെങ്കിൽ പണിയെടുക്കുന്ന സ്ത്രീകള് മുട്ടുവരെയുള്ള ഒരു അഴുക്കായ ഒരു തോർത്തുകൊണ്ട് എടുത്തോണ്ട് നടക്കുന്ന വെച്ചാല് അന്തർജനം ഉപയോഗിച്ചിരുന്ന വലിയ പുതപ്പാണ്. പുതപ്പും കൊടയും എടുക്കുക എന്ന് പറയാം. പുതപ്പ് ഒരു തുണി, വൈറ്റ് വെള്ള തുണി, മൊത്തത്തിൽ അവൻ തന്നെ ശരീരം മുഴുവൻ ചുറ്റുക. അതിൽ വേറെ അടിവസ്ത്രങ്ങളൊന്നുമില്ല, മുഴുവനായിട്ടും ചുറ്റിയിട്ട് രണ്ട് കൈയിലും തുറന്നു കിടക്കുന്ന കയ്യിൽ ഒരു മറക്കുടയും കയ്യിൽ വെക്കും. ഇങ്ങനെയാണ് അവർ പുറത്തേക്ക് പോകുക. പുറത്തേക്ക് പോകാന്ന് പറയുമ്പോൾ പുറത്ത് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. സ്കൂളില്ല, എഡ്യൂക്കേഷൻ ഇല്ല, ബന്ധുക്കളുടെ വീട്ടിലേക്ക് എപ്പോഴെങ്കിലും പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. റോഡുകളില്ല, പാതകളേ ഉള്ളൂ, മൺപാതകൾ മാത്രമേ ഉള്ളൂ. റോഡുകളില്ല, മുഴുവനും കാടാണ്, വാഹനങ്ങളില്ല, നടന്ന് തന്നെ പോകണം. ഇപ്പൊ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും നടന്ന് തന്നെയാണ് പോകേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ സത്രങ്ങൾ കുറേയധികം ഉണ്ടായിരുന്നു. ഒരു രാവിലെ തൊട്ട് നടക്കാൻ തുടങ്ങി. ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട വരെ പോകാനുള്ള ഒരു ആവശ്യമുണ്ടെങ്കിൽ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് നടക്കാൻ തുടങ്ങിയാൽ ഏകദേശം വൈകുന്നേരം ആവുമ്പോഴേക്കും കൊല്ലം എത്തി എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, സത്രങ്ങൾ ഉണ്ടായിരുന്നു. സോ whenever they go, they carry the food also. കുറച്ച് അരിയും പൊടിയരിയും വെള്ളം എവിടെയെങ്കിലും കിട്ടും. മറ്റേ തൂക്കി പിടിക്കുന്ന അടുപ്പ് കയ്യിലെടുക്കുമായിരുന്നു. ഉമിയിട്ട് നിറച്ചിട്ടുള്ള അടുപ്പ് കയ്യിലെടുക്കുമായിരുന്നു. തീപ്പെട്ടിയും മറ്റ് സംവിധാനങ്ങളെടുക്കും. എവിടെ പോകുന്ന വെച്ചാൽ അവിടെ കഞ്ഞി ഉണ്ടാക്കി കുടിച്ച് അവിടെ തന്നെ അച്ചാറും എന്തെങ്കിലും കൂട്ടി കഴിച്ചിട്ട് ഇതേ കാര്യമുണ്ട്. ഹോട്ടൽസ് ഇല്ല. അപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സ്ത്രീകൾ തയ്യാറായിരുന്നത്. So first they asked, I'll tell you about the dressing etc. നമ്പൂതിരി സ്ത്രീകളുടെ വസ്ത്രം എന്ന് പറയുന്ന ആദ്യം സൂചിപ്പിച്ച പോലെ പുതപ്പും കൊടയായിരുന്നു. നായർ സ്ത്രീകളുടെ മാറി മറയ്ക്കണ
വേണം എന്നുള്ള ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു മുണ്ടോട് ഇങ്ങനെ ഇതുവരെ കെട്ടിയിട്ടില്ല. ഹിയർ കംസ് പപ്പ എന്ന് പറയുന്ന രവിവർമ്മ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ആ സ്ത്രീ കൊടുത്തിരിക്കുന്ന അതേ ഡ്രസ്സിങ്, മുണ്ട് ഇങ്ങനെ കക്ഷം ഇട്ട് കിട്ടുന്ന ഒരു രീതിയാണ്. അത് ആരെങ്കിലും വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ തോളിലുള്ള 2 മുണ്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഒരു മുണ്ട് തോളില് ഒരു മുണ്ട് കൊടുക്കും, മറ്റേ തോർത്തുമുണ്ട് 5ആയിട്ട് മടക്കിയിട്ട് ഈ കക്ഷത്തിലും വെച്ചിട്ട് ഇങ്ങനെ ക്രോസായിട്ട് ബ്രസ്റ്റിന് ക്രോസായിട്ട് വെക്കും. അപ്പൊ ആരെങ്കിലും അത് തൊഴണം എന്ന് പറഞ്ഞാൽ ഇതിലിട്ട് ഇറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ തൊഴുത് നിൽക്കുക ചെയ്യും. ഇത് കൈ വിട്ടാൽ ഈ സംഭവം താഴെ വീണുകൊണ്ടുള്ള മാറും തുറന്ന് കാണിച്ചുകൊണ്ടുള്ളത് തന്നെ ആയിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. അതൊന്നും അപാകതയായിട്ട് ആർക്കും തോന്നിയില്ല. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സംഭവമാണ്. കുറച്ച് ക്ലീവേജസ് കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആകെ പ്രശ്നമാക്കുക ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെയൊന്നും ഇല്ലാതെ ഇത് യാതൊരു പ്രശ്നവും ഇല്ലാതുണ്ടായിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പുറത്തും കൂടിയായിട്ട് ഒരു സ്ത്രീ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്പൂതിരി സ്ത്രീയാണ്. ഈ പറഞ്ഞ കക്ഷത്തില് തുണി ഇറുക്കി പിടിച്ചുകൊണ്ട് വരുന്ന ഒരു സ്ത്രീയാണ് വരുന്നത്. ചില നായരാണ് എന്നുള്ളത് അറിയാം. കുറിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്പൂതിരി സ്ത്രീകൾ ഇങ്ങനെ കുറിയിടുമ്പോൾ നായർ സ്ത്രീകൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഹൊറിസോണ്ടലായിട്ടാണ് വരയ്ക്കുക, വെർട്ടിക്കലായിട്ടാണ് മറ്റുള്ളവർ കുറിയുക. ഈഴവ സ്ത്രീകൾ വെച്ചാൽ മുണ്ട് മാത്രമേ ഉള്ളൂ, ചെറിയ മുട്ട് വരെ എത്തുന്ന മുണ്ട് മാത്രമേ ഉള്ളൂ. അത് ആരെങ്കിലും മറ്റു ജാതിക്കാർ വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുമാന സൂചകമായിട്ട് ഈ മുണ്ട് അടിച്ചിട്ട് മുകളിൽ കെട്ടണം. സോ ഇറ്റ് ഷുഡ് റീച്ച് അറ്റ്ലീസ്റ്റ് അപ് ടു ദ തൈ. അത്രയും നീളത്തിലുള്ള മുണ്ടായിരിക്കും അവർ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഈഴവാസം ദളിതരും അതേ സ്ഥിതി തന്നെയായിരുന്നു. കർഷക തൊഴിലാളികളായതുകൊണ്ട് പാടത്തുനിന്ന് കയറി വരുന്ന സമയത്ത് അവരുടെ മുഷിഞ്ഞ തോർത്തുകൊണ്ട് മാത്രം കൊടുത്തുകൊണ്ടായിരിക്കും അവരെ മിക്കവാറും മൊത്തം സമൂഹത്തിൽ തന്നെ നടന്നിരുന്നത് തൊഴിലിന് പോയിരുന്നതും ഒക്കെ തന്നെ ആ രീതിയിലായിരുന്നു. ഇതില് നമ്പൂതിരി സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അർദ്ധജനങ്ങൾക്ക് പുതപ്പും കൊടിയുള്ളതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള ദളിതർക്ക് കല്ലുമാല എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അവർക്ക് വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. കല്ലുമാല ഇട്ടുകൊണ്ട് ഒരു സ്ത്രീ വന്നു എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിലാക്കാം ഷീ ബിലോങ്സ് ടു ദളിത് കമ്മ്യൂണിറ്റി. അപ്പൊ ഈ കല്ലുമാല എന്ന് പറഞ്ഞ ചെറിയ കല്ലുകള് അതിന്റെ സെന്ററിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ മാലയ്ക്ക് എനിക്ക് പിന്നീട് തോന്നിയത് ആഫ്റ്റർ മൈ റിസർച്ച് ഐ ഫൗണ്ട് ദാറ്റ് യു നോ ഇറ്റ് മേ ബി എ മെത്തേഡ് ഓഫ് ക്ലോസിംഗ് കവറിംഗ് ദ ബ്രെസ്റ്റ്. അതായിരിക്കാം കുറേ മാലകൾ ഇങ്ങനെ വട്ടത്തിൽ ഇതുവരെ ഇത്രയും വട്ടത്തിൽ അവർ മാല ഇട്ടിട്ട് നടക്കുമായിരുന്നു, കല്ലുമാല ധരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. കാരണം ദളിത് സ്ത്രീകൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. ഇപ്പൊ ജന്മിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സെക്ഷൽ ആയിട്ടുള്ള വെർജ് വന്നു എന്ന് പറഞ്ഞാൽ ഉടനെ അവൾ പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീയെ വലിച്ചുകൊണ്ട് പോയിട്ട് അവളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വ്യാപകമായിരുന്നു. ഷീ ഈസ് സപ്പോസ് ടു അബൈഡ് ബൈ വാട്ട് എവർ ഹി സേസ്. സോ അതിനൊന്നും നിയമങ്ങളൊന്നുമില്ല. കാരണം there is no police, there is no court, nothing was there during that incident. പിന്നീടാണ് ഇതെല്ലാം വരുന്നത് എന്നതാണ് നമ്മുടെ കേരള ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ജാതിയുടെ പേരില് വസ്ത്രധാരണത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ജാതിയുടെ എന്തെങ്കിലും ഒരു അടയാളം ശരീരത്തിൽ പേറിക്കൊണ്ടായിരുന്നു അവർ നടന്നിരുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഫൈറ്റ് അമംഗ് വിമൻ വാസ് ഫോർ ഈവൻ തലമുടി കെട്ടിവെക്കുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സുകളും പറയുന്നതാണ്, തലമുടി കെട്ടിവെക്കാൻ പോലും സ്ത്രീകൾക്ക് അവകാശം ഉണ്ടായില്ല. പിന്നീടാൻ പാടില്ല. വേശ്യകൾ മാത്രമേ, പ്രോസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമേ തല പിന്നീടുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടാണ് 19th സെഞ്ച്വറിയിലുള്ള എല്ലാ രേഖകളും നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്പൂതിരിമാരുടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് കാണിപ്പയ്യൂരിന്റെ എന്റെ സ്മരണകൾ എന്ന് പറയുന്ന 3 വോളിയമായിട്ടുള്ള പുസ്തകം ഉണ്ടായിരുന്നു. പെൺകുട്ടി എങ്ങനെ ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് 3 ചാപ്റ്ററിലായിട്ട്. അപ്പൊ അതിലൊക്കെ പറയുന്നത് തലമുടി കെട്ടിവെക്കരുത്. വീട്ടിലുള്ള സ്ഥലങ്ങൾ പോലും, വീട് എന്ന് പറയുന്നതിന് വരെ വ്യത്യസ്ത പേരുകളായിരുന്നു, ജാതീയ വിസ്താരത്തിലായിരുന്നു. നമ്പൂതിരിമാരുടെ വീടിനെ പറഞ്ഞിരുന്നത്, താമസിക്കുന്ന സ്ഥലത്ത് പറഞ്ഞിരുന്നത് മന അല്ലെങ്കിൽ ഇല്ലം എന്നായിരുന്നു. ഒരു നായരുടെ ഇല്ലം എന്ന് പറയാറില്ല, നായരുടെ മന എന്ന് പറയാറില്ല. നമ്പൂതിരിന്റെ മാത്രമാണ് മന അല്ലെങ്കിൽ ഇല്ലം എന്ന് പറയുന്നത്. നായർ സ്ത്രീകളുടെ വീട് അല്ലെങ്കിൽ ഭവനം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഈഴവാസിന്റെ പുര എന്ന് പറയും. ഞാൻ പുരയിലേക്ക് കൊണ്ടുവരും. ഇപ്പോഴും ഞങ്ങളുടെ മലബാറിലുള്ള ആൾക്കാർ പറയുന്നു പുരയിലേക്ക് എത്തിയിട്ടില്ല, അവിടെ പുരയെന്ന് വന്നിട്ടില്ല എന്നൊക്കെയുള്ള യൂസേജ് ഇപ്പോഴും നമുക്ക് കേൾക്കാവുന്നതാണ്. പുര എന്ന് പറയുന്ന വാക്കാണ് ഈഴവാസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും താഴെ ഉണ്ടായിരുന്ന ഹരിജൻസിന്റെ വീടിനെ പറഞ്ഞത് കുപ്പമാണെന്നായിരുന്നു. അതേമാതിരി വാക്കുകളിലും ഭാഷയിലും ഈ വ്യത്യാസം ഉണ്ടായിരുന്നു. തിരുമേനി അല്ലെങ്കിൽ അന്തർജനം പ്രസവിച്ചു എന്ന് പറഞ്ഞ പ്രക്രിയ എല്ലാം ഒന്നാണ്.
ഏറ്റവും താഴെക്കരയിലുള്ള ദളിത് സ്ത്രീയും പ്രസവിക്കുന്നത് ഒരേ പ്രോസസ്സാണ്, അന്തർജനം പ്രസവിക്കുന്നതും ഒരേ പ്രോസസ്സാണ്. എങ്കിൽ പോലും അന്തർജനം തിരുവയറൊഴിഞ്ഞു എന്നാണ് പറയുക. മറിച്ച് തിരുവയറെന്ന് വയറൊഴിഞ്ഞു എന്നുള്ളതാണ് പറയുക. മറിച്ച് മറ്റേ ദളിത് സ്ത്രീ പുരങ്ങിട്ടു എന്നാണ് പറയുക. അപ്പൊ ആ രീതിയിൽ ഭാഷയിൽ വരെ അവരുടെ അധമ പദവി അല്ലെങ്കിൽ ജാതിയിലുള്ള ഗ്രഡേഷനെ കൃത്യമായി വിളിച്ചറിയിക്കുന്ന രീതിയിൽ ഭാഷയുണ്ടായിരുന്നു, വസ്ത്രധാരണം ഉണ്ടായിരുന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു, കൾച്ചർ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഈ ജാതിയിൽ അധിഷ്ഠിതമായിരുന്നു 19th സെഞ്ച്വറി കേരളത്തിൽ എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിൽക്കുന്നതാണ്. അതിന്റെ മുകളിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ 4 കാറ്റഗറിയിലുള്ളവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണ്ട എന്നുള്ളത് തന്നെയാണ്. നിലവിൽ നോക്കിയിട്ട് സമയം കണ്ടെത്താനുള്ള വിദ്യ പഠിപ്പിച്ചു കൊടുക്കും. മഹാഭാരതം, രാമായണം പോലെയുള്ള പുരാണ കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് അത് ബൈഹാർട്ട് പഠിപ്പിച്ചവരിങ്ങനെ പറയും. അക്ഷരം നോക്കി വായിച്ചിട്ടല്ല, അക്ഷരങ്ങൾ ആർക്കും ഒരു ജാതിയിലുള്ളവർക്ക് പറയില്ലായിരുന്നു. ഇനി കുറച്ച് ഭേദമായിരുന്നത് നായർ സ്ത്രീകളായിരുന്നു. കാരണം പിന്നീട് നമ്പൂതിരി സ്ത്രീകൾ സ്കൂളിലേക്ക് പോയി തുടങ്ങിയപ്പോൾ അവിടെ പഠിപ്പിക്കാൻ വന്നിരുന്ന ടീച്ചേഴ്സ് നായർ സ്ത്രീകളായിരുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നായർ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നാണ്. കേരളത്തെ സംബന്ധിച്ചുള്ള ക്രിസ്ത്യൻസിന്റെ ഇടയിൽ വിദ്യാഭ്യാസം നല്ലോണം തന്നെ അവർ പ്രൊമോട്ട് ചെയ്തിരുന്നു. കാരണം മിഷണറീസ് വന്നതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയതും ക്രിസ്ത്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻസിന്റെ എഡ്യൂക്കേഷണൽ ലെവലും റിഫോം എന്ന് പറയുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് നടന്നില്ലെങ്കിലും ചെറിയ തോതിൽ ഉദയപേരൂർ സുന്നഹദോസ് എന്ന് പറയുന്ന 16th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന എന്താ പറയുക നിയമാവലിയെ അതേ രീതിയിൽ ജനങ്ങൾക്ക് പ്രചരിപ്പിക്കാനുള്ള ഒരു സാധ്യത ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. മുസ്ലിംസിന്റെ ഇടയിൽ ഇപ്പോഴാണ് റിഫോം ഉണ്ടായി വരുന്നത്. എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതുമാതിരി തന്നെ സ്ത്രീകളുടെ ഇടയിൽ കൂടുതലായിട്ടും ഖുർആൻ പറയുന്ന രീതിയിൽ തന്നെ സ്ത്രീകൾ ഖുർആൻ കുറേയധികം സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അത് നടപ്പിലാക്കാനുള്ള സാധ്യതകൾ കുറച്ചുകൊണ്ടുള്ളതായിരുന്നു 19th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് വന്ന കാലഘട്ടത്തിൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ 1921 ഉണ്ടായ റൈറ്റിൽ മലബാർ കലാപം എന്നൊക്കെ പറയുന്ന റൈറ്റിൽ വീട്ടിലേക്ക് കയറി വന്ന പട്ടാളക്കാരനെ കയ്യിലുള്ള വാളുകൊണ്ട് വടിവാളുകൊണ്ട് അടിച്ച് തുരത്തിയിട്ടുള്ള ധീരരായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ആരും ഇവിടെ മോശമല്ല, സ്ത്രീകൾ മോശമല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫൈറ്റ് ഉണ്ടായത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതിന് നമ്പൂതിരിമാരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവർക്ക് നിശ്ചിതമാണ്. ലേച്ച ഭാഷയാണ്. ദൈവം ഓൺലി സാൻസ്ക്രിറ്റ്. സാൻസ്ക്രിറ്റിന് യാതൊരു വിലയില്ലാതെ ആയി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറയുന്നത്. അതുപോലെ ഇവർ വന്നു, ബ്രിട്ടീഷേഴ്സ് വന്ന് അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങളായി അതിന്റെ ഗവൺമെന്റ് ഓർഡേഴ്സ് പോലെയുള്ള സാധനങ്ങൾ ഒക്കെ തന്നെ വായിച്ചറിഞ്ഞ ഇംഗ്ലീഷ് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ബേസിക് നോളജെങ്കിലും വേണം എന്നുള്ള രീതിയിലായി. അന്ന് നമുക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂൾസിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടില്ല. ഇവർ വന്നതിന് ശേഷമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങുന്നത്. കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അപ്പൊ അന്ന് നമ്പൂതിരിമാർ ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം എന്നുള്ളതായിരുന്നു. അതിന് സ്കൂളിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരെ ഈർക്കിലും വടിയും കൊണ്ട് അടിച്ചടിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കഥയാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടത് അത് മ്ലേച്ഛ ഭാഷയാണ്, നമുക്ക് പറ്റിയതല്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു വാദം. അത് പുരുഷന്മാർക്ക് തന്നെ അർത്ഥത്തിലാവുമ്പോൾ സ്ത്രീകളുടെ എന്തായിരിക്കും ഒന്ന് ആലോചിക്കാനേ ഉള്ളൂ. സ്ത്രീകൾ അത്ര പോലും സമ്പന്നരായിരുന്നില്ല. സ്കൂളിൽ ഒറ്റ കുട്ടി പോലും ഉണ്ടാവാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. സ്കൂളുകൾ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ നിന്ന് ആൺകുട്ടികൾ സ്കൂളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴും പെൺകുട്ടികൾ 1935 വരെ നമ്പൂതിരിമാരുടെ ഇടയിൽ പെൺകുട്ടികൾ സ്കൂളിലേക്ക് കയറിയിട്ടില്ല എന്നുള്ളതാണ്. 1900 തൊട്ട് തന്നെ മാറ്റങ്ങൾ വേണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നു. 1906 നമ്പൂതിരിമാരുടെ ഇടയിലുള്ള യോഗക്ഷേമ സഭ എന്ന് പറയുന്ന ഒരു സാമുദായിക സംഘടന ഉണ്ടാവുന്നു. ദേ ആർ ആസ്കിംഗ് ഫോർ റിഫോം. ആൻഡ് എല്ലാ കമ്മ്യൂണിറ്റിയിലും 1 by 1 ഈ പറഞ്ഞ റിഫോം മൂവ്മെന്റ് ഉണ്ടാവുകയാണ്. 1907 SNDP എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാവുന്നു, NSS ഉണ്ടാവുന്നു, സാധുജന പരിപാലന സഭ എന്നുള്ള രീതിയിൽ ഏറ്റവും താഴെക്കടയിലെ ഹരിജൻസിന്റെ ഇടയിലും അങ്ങനെ ഓരോ സമുദായത്തിന്റെ ഇടയിലും മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള റിഫോം മൂവ്മെന്റ് ഉണ്ടാവുകയും ആ സംഘടനകളുടെ കീഴിൽ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് പറയുകയും ചെയ്യുകയാണ് സ്ത്രീകൾ ചെയ്തത്. അതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സകല അൺലൈക്ക് ബംഗാൾ ഓർ Maharashtra, what Kerala differs in such a way that in all the categories,
in all the classes there was change during Renaissance. ബാക്കി ഒരു സ്ഥലത്തും അങ്ങനെ ഉണ്ടായില്ല. അപ്പം ബംഗാളിലൊക്കെ ആണെച്ചാൽ അവിടെ ഗ്രാമീൺ സ്കൂളിൽ ഗ്രാമീൺസിന് മാത്രമാണ് ചേഞ്ചസ് ഉണ്ടായത്. ഏറ്റവും താഴെക്കരയിലൊക്കെ ചേഞ്ച് ഉണ്ടായില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ 4-5 കാറ്റഗറിയിലുള്ളവർ കൂടാതെ വിവിധ മതത്തിലുള്ളവർക്കും മാറ്റങ്ങൾ ഉണ്ടാവുന്ന രീതിയിലായിരുന്നു നമ്മുടെ സോഷ്യൽ റിഫോം നടന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മൊത്തത്തിൽ തന്നെ സോഷ്യൽ റിഫോമിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് പിന്നീട് കേരള മോഡൽ ഡെവലപ്മെന്റ് ആയിട്ടൊക്കെ മാറിയത്. എനിക്കുമായിട്ടുണ്ടായത്. അപ്പോൾ ജാതിയുടെ ബേസിസിൽ ആയിരുന്നു ആൾക്കാരെ മുഴുവനായിട്ട് വിഭജിച്ചിരുന്നത്. ഈ ജാതിയും ഓക്കുപേഷനുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഓൾ ജാതീസ് എവരിവെയർ ജാതി ഈസ് കണക്റ്റഡ് വിത്ത് ഓക്കുപേഷൻ. അവരവർ എന്ത് ജോലി ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന തട്ടാൻ മുട്ടാൻ എന്നൊക്കെ തട്ടാൻ മറ്റേ ഇത് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, അങ്ങനെ വിവിധ മറ്റേ വണ്ണാൻ, അതേമാതിരി തന്നെ കളിമണ്ണോട് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോട്ട് മേക്കേഴ്സ്, അത്തരത്തിലുള്ള അവരൊക്കെ തന്നെ അവരവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർക്ക് ആ ഒരു കാസ്റ്റ് നെയിം വരെ കിട്ടുന്നത് എന്നുള്ളത്. അപ്പം ജാതി ഈസ് റിലേറ്റഡ് ടു ഓക്കുപേഷൻ. വാട്ട് എവർ ദേ ഡു, I mean jati belongs to or the name of the jati comes through their occupation, one can say. So വിവിധ ഓക്കുപേഷനിൽ പുരുഷന്മാരെല്ലാവരും ഇടപെട്ടിരുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കർഷക തൊഴിലാണ് മെയിൻ ആയിട്ട് ചെയ്തിരുന്നത് ഡ്യൂറിങ് 19th century. അപ്പൊ ഈ ജാതിയുടെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ജന്മിത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് ആദ്യം ഞാൻ സൂചിപ്പിച്ച നമ്പൂതിരിമാരുടെ ഇടയിലായിരുന്നു. എത്ര ഏരിയയിലാണ് അവരുടെ ലാൻഡ് ഉള്ളത് എന്നുള്ളത് പോലും അവർക്ക് അറിയില്ലായിരുന്നു. വീടുകൾ വരെ വീടിന്റെ പേരിൽ വ്യത്യാസം ഉണ്ടായിരുന്ന പോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ദ ഹൗസസ് ഓൾസോ വാസ് എൻറ്റയർലി ഡിഫറെന്റ്. ഇല്ലത്തിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിരുന്ന നമ്മൾ പറയുന്ന 4 കെട്ടാണ്. 8 കെട്ട് 16 കെട്ട് വരെയൊക്കെ ഉണ്ടായിരുന്ന ഇല്ലകൾ ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 16 കെട്ട് വരെ ഉള്ളതിൽ സ്ത്രീകൾക്കായിട്ടുള്ള ഇടം വേറെയായിരുന്നു. പടിഞ്ഞാറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് കമലഹാസന്റെ നോവലൊക്കെ വായിച്ചിട്ടില്ലേ നിങ്ങൾ? കമലഹാസന്റെ നോവൽ മാധവിക്കുട്ടിന്റെ അതിൽ പടിഞ്ഞാറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പടിഞ്ഞാറ്റിയെ കുറിച്ച് പറയാതെ മാധവിക്കുട്ടിയുടെ ഒരു കഥയും കിട്ടാറുള്ള. പടിഞ്ഞാറ്റി എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു ഇടമായിട്ടായിരുന്നു. ഓരോ ഏരിയ ഈ 4 കെട്ടിന്റെ 4 വർഷവും 4 തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. കുടുംബത്തിനകത്ത് തന്നെയില്ല 4 തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. സ്ട്രക്ചർ തന്നെ, അതായത് അവർ പറയുന്നത് 4 കെട്ടിന്റെ അടുത്ത് 4 കെട്ട് നായന്മാർക്കും ഉണ്ട്, മറ്റേ നമ്പൂതിരിമാർക്കും ഉണ്ട്. 4 കെട്ടിന്റെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അവർ പറയാറുണ്ട്, മുറ്റത്ത് വന്നിരിക്കുന്ന പൂമുഖത്ത് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക്, ഒരു അപരിചിതന് അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള മറ്റൊരാൾക്ക് അകത്ത് സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് അറിയാൻ പോലും പാടില്ല. അത്ര പോലും ശബ്ദത്തിൽ സ്ത്രീകൾ സംസാരിക്കുകയോ അത്ര പോലും ശബ്ദത്തിൽ സ്ത്രീകളുടെ ചിരിയോ വർത്തമാനമോ ഒന്നും തന്നെ പൂമുഖത്ത് കേൾക്കാൻ പാടില്ല. അത്രയും അച്ചടക്കത്തോടുകൂടി വേണം സ്ത്രീകൾ വീട്ടിൽ അകത്ത് കഴിയാനുള്ളതായിരുന്നു അന്നത്തെ കാഴ്ചപ്പാട്. ഇതിനൊക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. വിദ്യാഭ്യാസത്തിലൂടെ ഇതൊക്കെ മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ തുടങ്ങിയത്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്പൂതിരിമാരുടെ ഇടയിൽ യാചന യാത്ര എന്ന് പറയുന്ന ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് 2 പ്രാവശ്യമായിട്ടാണ് നടന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്പൂതിരിമാരുടെ വീട്ടിപ്പടപ്പാടിന്റെ നേതൃത്വത്തിൽ പുരുഷന്മാരുടെ ഒരു യാചനായാത്ര നടന്നു. അതിനുശേഷം സ്ത്രീകളുടെ യാചനായാത്ര സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും നടന്നിട്ടുണ്ട്. യാചനായാത്ര എന്ന് പറയുമ്പോൾ ചുമ്മാ ഒരു ചാക്കെടുത്ത് തോളിലിട്ടുകൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങുക. ആ കയറുന്ന വീടുകളിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ പിരിക്കുകയാണെന്ന് പറയാം. പൈസയൊന്നും അന്ന് ഇല്ല. പൈസ അല്ല ഉണ്ടാവുക, ലാൻഡും അതിൻ്റെ മെറ്റീരിയൽസും ആണ് ഉണ്ടാവുക. അപ്പൊ നാളികേരമാണെങ്കിൽ നാളികേരം, പരിപ്പാണെങ്കിൽ പരിപ്പ്, അരിയാണെങ്കിൽ അരി, whatever they give, they collect it and form a school. ജനാന സ്കൂൾ പോലെയുള്ള സ്കൂളുകൾ, പെൺപള്ളിക്കൂടങ്ങൾ എന്ന് പറയുന്ന പള്ളിക്കൂടങ്ങളൊക്കെ തന്നെ തുടങ്ങിയത് ഈ ഇത്തരത്തിലുള്ള യാചനായാത്രകൾ നടത്തിയിട്ടായിരുന്നു അന്ന് ചെയ്തത്. We should remember that how much our ancestors have taken trouble, how much trouble they have taken to make us educated. നമ്മൾ ഇന്ന് അറിയുന്നില്ല എത്രമാത്രം ഇത്രയും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 82% 2011 സെൻസസിൽ കേരളത്തിലെ പെൺകുട്ടികളാണ് ഹയർ എഡ്യൂക്കേഷനിലുള്ളത്. എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്തത്? We can proudly say that I am doing astrophysics. In my time, we were doing only physics, degree physics, the PG physics, chemistry, botany, zoology, commerce. There was no other chance. I mean, there was no choice at all. Now that you have choices, number of choices, you can learn astrophysics,
യു ക്യാൻ ലൈക്ക് മറൈൻ ബയോളജി, ഏതൊക്കെ ഏരിയാസ് വേണോ അത് മുഴുവൻ പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. എവിടെ വേണമെങ്കിൽ പോയി പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ സാധ്യമാക്കി തന്നത് ഔട്ട് ഓഫ് ബ്ലൂ അല്ലല്ലോ. നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഇതിനുള്ള സാധ്യതകളുള്ള ഒരു ഭൂമിക ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? നമ്മളുടെ മുത്തശ്ശിമാര് വീടാതെ കയറി യാചന ചെയ്തിട്ട് ഇവിടെ വിദ്യാഭ്യാസം വേണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയത്. That is why Kerala stands different from all the other states in India. Kerala becomes a model in the case of education. Why? How it can become like that? And what we are doing with that education, that is more important. I will come to that later. So, education വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള യാചനായാത്രകൾ നടത്തി സ്കൂളുകളെ സംഘടിപ്പിച്ചു. സ്കൂളുകളെ സംഘടിപ്പിച്ചിട്ട് നമുക്കിന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഭവമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായി അല്ലെങ്കിൽ 5 വയസ്സായി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 5 വയസ്സിന് മുൻപ് തന്നെ 2.5, 3 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കെയർ ഹോമിൽ വിടുന്നു, അല്ലെങ്കിൽ ഡേ കെയറിൽ വിടുന്നു. അത് കഴിഞ്ഞിട്ട് LKG, UKG. We don't know what to do with the children other than sending them to school. So, but if not, when some persons from Bihar and Bengal, when they came to Kerala, they said that അവിടെ എല്ലാ കുട്ടികളും 9 മണിയാകുമ്പോഴേക്ക് ബാഗ് കൊടുത്തിട്ട് സ്കൂളിൽ പോകണം. ഇറ്റ്സ് കാണേണ്ട കാഴ്ചയാണ് എന്നാണ് അവർ പറഞ്ഞത്. നോർത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും കേരളത്തിൽ കണ്ടിട്ട് പറഞ്ഞത്. ബട്ട് വി ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് ദി ചിൽഡ്രൻ അതർ ദാൻ സെൻഡിങ് ദം ടു സ്കൂൾ. നമുക്ക് മറ്റൊരു ഓപ്ഷൻ അറിയില്ല. കാരണം കേരളത്തിലെ ചൈൽഡ് ലേബർ ഇല്ല, കുട്ടികളെ പണിയെടുപ്പിക്കാനുള്ള സംവിധാനം ഇല്ല. നമുക്ക് അറിയില്ല അത്തരം കാര്യങ്ങൾ. അറിഞ്ഞിരുന്നു, നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അതൊക്കെ. പക്ഷെ സ്കൂളിൽ പറഞ്ഞേക്ക് അല്ലാതെ വേറെ എന്താ കുട്ടിയെ വെച്ചിട്ട് ചെയ്യാറുള്ളത്? PG കഴിഞ്ഞിട്ടും PhD ചെയ്യുന്നത് വരെ കുട്ടി എന്ത് ചെയ്യും? വിവാഹം കഴിയുന്നവരെ പഠിക്കാൻ വിടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെത്തേഡായി കഴിഞ്ഞിരിക്കണം. സോ when we compare our state with other states, then we know the difference. നോർത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ പെൺകുട്ടിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കേരളത്തിൽ എങ്ങനെയാണ് പെൺകുട്ടികളെ കാണുന്നത് എന്നുള്ളത് കാണുമ്പോൾ മാത്രമേ നമുക്ക് ആ ഡിഫറൻസ് അറിയുള്ളൂ എന്നുള്ളതാണ്. സോ എഡ്യൂക്കേഷൻ വാസ് ബ്രോട്ട് ബൈ ദീസ് റിഫോമേഴ്സ്. അതിൽ ഈ പറഞ്ഞ യാചനായാത്ര നടത്തി മറ്റേ നായർ സമുദായത്തിൻ്റെ ഇടയിൽ NSSന്റെ വളരെ ഉന്നത തലത്തിൽ ഉണ്ടായിരുന്ന ഇന്ന് നമ്മളെ ചർച്ച ചെയ്യാതെ മന്നത്ത് പത്മനാഭനെ പോലെയുള്ളവര് കുറെ ബ്രീച്ചസ് ചെയ്തു, കുറെ ക്ലാസ്സുകൾ എടുത്തു, സ്ത്രീകളുടെ വീടാന്തരം പോയിട്ട് എഡ്യൂക്കേഷന്റെ വാല്യൂവിനെ കുറിച്ച് പറഞ്ഞു. അതേമാതിരി അന്ന് ഉണ്ടായിരുന്ന വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞ സ്ത്രീകളെ രാജകുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ലക്ഷ്മിബായി എന്ന് പറയുന്ന ഒരു വനിതാ മാസിക കേരളത്തിൽ ഉണ്ടായിരുന്നു. 1903 ആദ്യത്തെ ഇഷ്യൂ വരുന്നത്. ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ പേരിലാണ് ആ ഇഷ്യൂന്റെ പേര് തന്നെ ലക്ഷ്മിബായി എന്നാണ്. അതിന്റെ ഇഷ്ടംപോലെയുള്ള വോളൻസ് 1935 they were bringing out the magazine. It is lying in 2 places, one in Appannapuram, another place is Sri Chitra Library in Kochi. അവിടെ പോയാൽ നിങ്ങൾക്ക് അതിന്റെ കോപ്പീസ് കാണാം. അതിൽ വിദ്യാഭ്യാസമാണ് അവർ മെയിൻ ആയിട്ട് ചർച്ച ചെയ്തിട്ടില്ല. സ്ത്രീകൾക്ക് എന്തിനാണ് വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം കൊണ്ട് സ്ത്രീകൾക്ക് എന്തൊക്കെ നേടാൻ പറ്റും. 1930s ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിൽ കേരളത്തിലുള്ള സ്ത്രീകള് വിമൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. Can you imagine now? റൂറൽ ഡെവലപ്മെന്റ് എന്താണ് എന്ന് ഇപ്പൊ പോലും നമ്മൾ കേരളത്തിലുള്ള സ്ത്രീകൾ ചർച്ച ചെയ്യാത്ത ഒരു സമയത്ത് 1930s വിമൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷിലുള്ള ഒരു ആർട്ടിക്കിള് ശ്രീമതി വിശേഷാൽ പ്രതി, ശ്രീമതി എന്ന് പറഞ്ഞിട്ട് ഒരു മാസിക ഉണ്ടായിരുന്നു, സ്ത്രീകൾക്കുള്ള മാസിക ഉണ്ടായിരുന്നു. അതേമാതിരി ലക്ഷ്മിബായി ഉണ്ടായിരുന്നു, ലക്ഷ്മി വിലാസം ഉണ്ടായിരുന്നു. വനിത എന്ന് പറഞ്ഞ ഇന്നത്തെ വനിതയല്ല, വനിതാശ്രീ വനിത എന്ന് പറയുന്ന 2 ടൈപ്പ് മാസികകളുണ്ട്. ഇന്നത്തെ വനിതയും ഗൃഹലക്ഷ്മി പോലെയല്ല. ഐ എം വെരി സോറി ടു സേ ദാറ്റ്. ഇന്നിപ്പോ നമ്മുടെ ആപ്പ് കൊണ്ട് എങ്ങനെ രസം ഉണ്ടാക്കാം എന്നുള്ളതൊക്കെയാണ് വനിതയിൽ പഠിപ്പിക്കുന്നത്. കൃത്യമായി പാചകം, ബ്യൂട്ടി, ഇത്തരത്തിലെ കൊറീസ് കൃത്യമായി ഫെമിനീൻ ആയിട്ടുള്ള ഒരു സാധനം മാത്രമാണ് ഇഫ് യു ഓപ്പൺ വനിത. മോർ ദാൻ 120 pages are filled with jewelry and underwear ads. Nothing else. I have counted, we have conducted a study about that. കൗണ്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. 360 പേജ് ഉണ്ടെങ്കിൽ 120ഓളം പേജ് ഇത്തരം ഫുൾ പേജ് പരസ്യമാണ്. നിവർത്തി വെച്ചിട്ട് കാണാവുന്ന സാരിയുടെയും ജ്വല്ലറിയുടെയും അണ്ടർവെയറിന്റെയും പരസ്യമാണ്. So it is when in the Calicut University we found that more boys read Vanita and Gurulakshmi than girls. So we were thinking why these boys are so much interested. Then only we opened it and we found that it is full of all filth.
വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മാസികകൾ ഉപയോഗിച്ചിട്ട് ഗിവിംഗ് പ്രൊപ്പഗാൻഡ. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം, മരുമക്കത്തായം എന്താണ്, മക്കത്തായം എന്താണ്. മക്കത്തായം എന്ന് പറയുന്നത് മാട്രിലീനിയൻ മാട്രിലീനിയും ഒരേ സമയത്ത് ഉണ്ടായിരുന്നതാണ് കേരളത്തിൽ 19th സെഞ്ചുറിയിൽ. അത് ഞാൻ സൂചിപ്പിച്ച പോലെ പാട്രിലീനി എന്ന് പറയുന്നത് ഇന്നിപ്പോ നിലവിലുള്ള ഇപ്പൊ നമ്മളുടെ പാട്രിലീനിയൻ സൊസൈറ്റിയാണ്. അണ്ടർ 10% സ്ത്രീകൾക്ക് മാത്രമേ സ്വത്തവകാശമുള്ളൂ. പ്രോപ്പർട്ടി സ്ത്രീകളുടെ പേരിലുള്ളത് ബിലോ 10% ആണ് ഇന്ന് കേരളത്തിൽ. മാട്രിലീനി ആയിരുന്നു നമ്മളത് കൊണ്ട് വളരെയധികം ഊച്ചക്കൊള്ളുന്നുണ്ടെങ്കിലും സ്വത്ത് മുഴുവൻ സ്ത്രീകളുടെ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മുടെ പാട്രിലീനിയലാക്കിയത്. പാട്രിലീനി എന്ന് പറയുമ്പോൾ സ്വത്ത് കുടുംബനാഥൻ എന്ന് പറയുന്നത് പുരുഷനായിരിക്കും. പുരുഷനിൽ നിന്ന് അച്ഛനിൽ നിന്ന് മകനിലേക്കാണ് ഡയഗ്രമം പോവുക, ലീനിയേജ് പോവുക. പെൺകുട്ടിക്കല്ല. പെൺകുട്ടിയുടെ റോളും ലീനിയേജും ഒക്കെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വീട്ടിലേക്കാണ് അവരുടെ ബാക്കി കാര്യങ്ങൾ മുഴുവൻ പോകുന്നത്. സോ ആസ് ഫാർ ആസ് എ ഗേൾ ഈസ് കൺസേൺ, ടെമ്പററി ആയിട്ട് ടിൽ മാരേജ് കഴിയാനുള്ള ഒരു ഇനം മാത്രമാണ് സ്വന്തം വീട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വീട്ടിലേക്കാണ്. അതിനുള്ള ട്രെയിനിങ് അല്ലേ നമുക്ക് വീട്ടിൽ നിന്ന് തരുന്നത്, അല്ലേ? നീ ഇങ്ങനെയൊന്നും പണിയെടുത്താൽ പോരാ, അവിടെ പോയാൽ അറിയാം. അവിടെ പോയിട്ട് നീ കല്യാണം കഴിഞ്ഞ് പോകുന്ന സ്ഥലത്ത് ആള് നിന്നെ പഠിപ്പിക്കുമ്പോൾ തനിയെ നീ പഠിക്കും. ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ ചെയ്തോന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് കിട്ടുന്ന ശിക്ഷണം. നമ്മൾക്ക് ധാരണ ഉണ്ടാവുന്നതിന് ഒക്കെ ആയിട്ടുള്ള ഒരു അമ്മ കഴിഞ്ഞപ്പോൾ അവിടെ റെഡിയായിട്ട് നമ്മളെ കാത്തു വെക്കുന്നതാണ്. അപ്പൊ തന്നെ ആ ഒരു ധാരണയിലാണ് നമ്മൾ അവിടെ പോകുന്നത് പോലും. അപ്പൊ ഇത്തരത്തിലുള്ള ശിക്ഷണങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. കാരണം മാട്രിലീനിയാണ്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നില്ല. ദ വുമൺ ഹാസ് ഗോട്ട് എൻ അഡ്രസ്. സോ പാട്രിലീനിയൽ ആയിട്ടുള്ള നമ്പൂതിരിമാർ പാട്രിലീനിയലായിരുന്നു, ബാക്കി എല്ലാം ഈഴവാസ് പാട്രിലീനിയലായിരുന്നു. ഈ സെക്ഷൻ ഓൺലി വാസ് മാട്രിലീനിയൽ. നായന്മാർ മുഴുവനായിട്ട് മാട്രിലീനിയ ആയിരുന്നു. ഏറ്റവും താഴെ ഉണ്ടായിരുന്ന പാട്രിലീനി തന്നെയായിരുന്നു. അതിൽ മാട്രിലീനി കാണാൻ പറ്റുന്നില്ല നമുക്ക്. അപ്പം ഈ പാട്രിലീനിയൽ സമൂഹത്തിൽ നമ്പൂതിരിമാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിവാഹം എന്ന് പറയുന്ന കർമ്മത്തിൽ നിന്നാണ് ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസ്. എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് അടുത്തത് അവർ ഇടപെടുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. മാരേജ് ആൻഡ് ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള അപാകതകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ റിഫോം മൂവ്മെന്റ് ആയിട്ട് തുടങ്ങുന്നത്, പോരാടാൻ തുടങ്ങുന്നത്. അതിൽ നമ്പൂതിരിമാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് പ്രൈമോജെനിറ്ററി മാരേജ് ആയിരുന്നു. ദാറ്റ് ഈസ് ഒരു വീട്ടില് 5 നമ്പൂതിരിമാരുണ്ടെങ്കിൽ അതിൽ മൂത്ത ആള് മാത്രമാണ് സ്വന്തം സമുദായത്തിൽ വിവാഹം കഴിക്കുക. അതിന് വേദി എന്നാണ് പേര് പറയുന്നത്. ബാക്കി 4 പേരും നമ്പൂതിരി, നായർ, അമ്പലവാസി മുതലായിട്ടുള്ള ആൾക്കാരുമായിട്ട് സംബന്ധമാണ്. സംബന്ധം എന്ന് പറഞ്ഞാൽ എം ടി വാസുദേവന്റെ കഥകളിലൊക്കെ നോവലിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ചൂട്ടും കത്തിച്ചോണ്ട് വൈകുന്നേരം ആവുമ്പോൾ സംബന്ധക്കാരൻ പെൺകുട്ടിയുടെ നായർ സ്ത്രീയുടെ വീട്ടിലേക്ക് വരും. ആ രാത്രി അവിടെ കഴിഞ്ഞിട്ട് ഇറ്റ്സ് ഓൺലി ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാത്രമാണ്. രാവിലെ വെളിച്ചം വരുന്നതിന് മുൻപ് തന്നെ ഇയാള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പൊ അയാളുടെ കുട്ടി ഈ കക്ഷി ഈ സ്ത്രീക്ക് മാത്രം അങ്ങനെ എത്ര പുരുഷന്മാരെ വേണമെങ്കിലും അംഗീകരിക്കാം, ഹസ്ബൻഡായിട്ട് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവാം എന്നുള്ളത് അന്ന് അനുവദനീയമായിരുന്നു നായർ സ്ത്രീകൾക്ക്. 7 മാസം. അപ്പം മൂത്താണ് മാത്രം ഈ വേളി എന്ന് പറയുന്നത് കഴിക്കുമ്പോൾ ബാക്കി 4 പേരും ഏട്ടൻ എന്നാണ്, ജ്യേഷ്ഠൻ എന്ന മൂത്താളെയും കനിഷ്ഠൻ എന്ന താഴെയുള്ള അനിയന്മാരെയും പേര് പറഞ്ഞു വിളിച്ചിരുന്നു. കനിഷ്ഠന്മാരെന്നാണ് താഴെയുള്ള നമ്പൂതിരിമാര്, ചെറിയ നമ്പൂതിരിമാരെ വിളിക്കുക. അവർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല, സംബന്ധം മാത്രമേ പാടുള്ളൂ എന്നുള്ളതായിരുന്നു ശാങ്കരസ്മൃതി പ്രകാരമാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ശാങ്കരസ്മൃതിയാണ്. ശാങ്കരസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത് മൂത്താള് മാത്രം വിവാഹം. അതിൻ്റെ ഒരു റീസൺ കൊണ്ട് they have quite a lot of land and the land should not be given to so many people. So naturally ലാൻഡ് ഒന്നിച്ച് നിൽക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വേലി കഴിക്കുക. അപ്പൊ നമ്പർ ഓഫ് വിമൻ അൺമാരീഡ് ആയിട്ടുള്ള അൺവെഡ് ആയിട്ടുള്ള സ്ത്രീകൾ കൂടുതൽ നമ്പർ ഉണ്ടാവുകയാണ് ചെയ്തത്. Because if you have 5 women in one illam and another 5 men in another illam, only one girl will be married to the man in the other illam. Jeshthan in the other illam. ബാക്കി 4 പേർക്ക് വിവാഹം കഴിയേണ്ട സാധ്യതയില്ല. കാരണം ഈ 4 പേര് കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. So naturally number of unmarried spinsters were increasing. That we can find in that data itself.
അന്നത്തെ സെൻസസ് ഡാറ്റയിൽ തന്നെ മുത്തലക്ഷ്മി റെഡ്ഡി എന്ന് പറയുന്നവര് ഏർലി മാരേജിന് 18 വയസ്സിൽ ബാല്യവിവാഹത്തിന് വേണ്ടിയിട്ട് വിവാഹത്തിനെതിരെ ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്പൂതിരിമാരുടെ ഇടയിൽ വൃദ്ധ കന്യകകൾ ഉണ്ടാവുന്നു, 30-35 വയസ്സായിട്ടും വിവാഹം കഴിഞ്ഞു പോകാത്ത പെൺകുട്ടികൾ ഉണ്ടാവുന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സജാതീയ വിവാഹം വേണം, എല്ലാ ആണുങ്ങളും അതാത് ജാതിയിലുള്ളവരെ വിവാഹം കഴിക്കാൻ തയ്യാറാവണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ പോയിന്റ്. പ്രൈമോജെനിച്ചർ ഓഫ് മാരേജ് എന്ന് പറയുന്നത് മാറ്റിയിട്ട് എല്ലാവരും സ്വന്തം ജാതിയിൽ വിവാഹം കഴിക്കണം എന്നുള്ള ഫൈറ്റിന് വേണ്ടിയിട്ടായിരുന്നു വിവാഹം എന്ന് പറയുന്ന ആദ്യത്തെ 1906 യോഗക്ഷേമ സഭയിൽ തന്നെ അവർ ആവശ്യപ്പെട്ടത് എല്ലാവരും വേളി കഴിക്കാൻ, എല്ലാ നമ്പൂതിരിമാരും വേളി കഴിക്കാൻ തയ്യാറാവണം, എങ്കിൽ മാത്രമേ സ്ത്രീകളുടെ ദുഃഖം മാറുള്ളൂ. അവിടെയും സോഷ്യൽ റിഫോം മൂവ്മെന്റിൽ സ്ത്രീകളുടെ ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്തതുകൊണ്ടാണ് റിഫോം മൂവ്മെന്റ് ഇത്രയും ശക്തമായിട്ട് മുന്നോട്ട് പോയത് എന്ന് ഞാൻ പറയുന്നത്. That's my personal opinion. My studies show that all the issues taken up by Nambudiris, Nayars, Iravas and Dalit people, all of them have taken up women issues. They are aware of the issues regarding family and marriage and also their education and things like that, and their culture, their beauty concept, their identity in the society. Everything they were aware of it, and they fought for a better identity, for her individuality. They fought for it. So naturally, the reform movement in Kerala has got a specific reason that the position of women was much less compared to that of men. അപ്പോൾ അവിടെ ജെൻഡർ ഇഷ്യൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സ്പേസ് ഡിഫറെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞതും ഇല്ലങ്ങളിൽ പൂമുഖത്ത് വരാൻ പാടില്ല സ്ത്രീ എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ എല്ലാ ഇല്ലങ്ങളിലും അന്നിപ്പോൾ സ്ത്രീകൾക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ 2 പബ്ലിക് സ്പേസസേ ഉള്ളൂ. ഒന്ന് അമ്പലമാണ്, മറ്റൊന്ന് കുളമാണ്. കുളത്ത് പോയിട്ടാണ് കുളിക്കുക, ആരും വീട്ടിൽ കുളിക്കാറില്ല, എല്ലാവരും കുളത്ത് പോയിട്ടാണ് വന്ന് കുളിച്ചിരുന്നത്. അപ്പൊ കുളത്തിൽ കുളിക്കാൻ പോകുമ്പോഴും അമ്പലത്തിലേക്ക് പോകുമ്പോഴും രാവിലെ വൈകുന്നേരം അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോകുന്ന വഴിക്കുമാണ് ഇന്നാളുടെ വീട്ടിൽ ഇന്നാള് തേരണ്ടു, ഇന്നാളുടെ വിവാഹം നിശ്ചയിച്ചു, ഇന്നാള് പ്രസവിച്ചു എന്നൊക്കെയുള്ള നാട്ടുവർത്താനമൊക്കെ ഇവർ പരസ്പരം കൈമാറുന്ന ആ സമയത്ത് മാത്രമാണ്. നമ്പൂതിരി വിമനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. ബിക്കോസ് കുളം എന്ന് പറയുന്ന അവരുടെ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവർ അമ്പലത്തിലേക്ക് പോകാറില്ല, പകരം അവരുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ അവരുടെ കരദേവത ഉള്ളതുകൊണ്ട് അവിടെ തന്നെ നേദ്യം കഴിക്കുക ചെയ്യുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകേണ്ട കാര്യമില്ലായിരുന്നില്ല. ഇപ്പൊ ഇവൺ അതുവരെ അവർക്ക് നിശ്ചിതമായതെന്ന് മാത്രമല്ല, അവരുടെ കുളത്തില് സ്ത്രീകൾക്ക് വേറെ പടവ്, പുരുഷന്മാർക്ക് വേറെ പടവ് എന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു മാത്രമല്ല, സ്ത്രീകളുടെ പടവയിൽ നിന്ന് നേരിട്ട് കയറുന്നത് അടുക്കളയിലേക്കാണ്. വലിയ അടുക്കള, ചെറിയ അടുക്കള എന്നുള്ള പറയുന്നത് ഇല്ലത്ത് കാണാൻ പറ്റും. ഈ അടുക്കളയിലേക്കാണ് നേരിട്ട് കുളത്തുനിന്ന് കയറി വരുന്നത്. സോ യു ആർ നോട്ട് സീയിങ് ഈവൻ ദ ഫ്രണ്ട് സൈഡ് ഓഫ് ദ ഹൗസ്. പുറത്ത് ചുറ്റിയിട്ടാണ് പരദേവതാ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. പക്ഷെ ഇവർക്ക് അകത്തുനിന്ന് ഒരു വഴി ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവര് ആ സൂര്യപക്ഷികൾ എന്ന് പറയുന്നത്. സൂര്യന്റെ താപം പോലും ശരീരത്തിൽ കൊള്ളാത്ത ആൾക്കാരായിരുന്നു അന്തർജനങ്ങൾ. അവരുടെ ഇടയിലാണ് 20 yearsനുള്ളിൽ such a big movement is coming up, and we are becoming Kerala women fighting for equality. 20 years. Because the problem starts at the age of at the time of 1952 when അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആദ്യമായിട്ട് വീട്ടിൽ കട്ടക്കിരിപ്പാട് മുന്നോട്ട് വെച്ചത്. ആ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം കളിക്കുന്ന സമയത്ത് സ്ത്രീകൾ കാണാൻ പാടില്ല എന്നുള്ള നിർബന്ധമായിരുന്നു. കാരണം ഈ സൂര്യൻ പോലും സ്പർശിക്കാൻ പറ്റാത്തവര്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാത്തവരെ ഇത് കളിക്കുന്ന സ്ഥലത്ത് വലിയൊരു മുണ്ട് വിരിച്ചിട്ട് അതിന്റെ പിന്നില് തെരയുടെ ബാക്കിൽ നിന്ന് നോക്കുന്ന പോലെ ഇങ്ങനെ എത്തി നോക്കിയിട്ട് മാത്രമേ അവർക്ക് ഈ നാടകം കാണാൻ പറ്റിയുള്ളൂ. അതിലുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ മുഴുവനും പുരുഷന്മാരായിരുന്നു അഭിനയിച്ചിരുന്നത്. 1948 തൊഴിൽ നേതൃത്വത്തിലേക്ക് എന്ന് പറയുന്ന ഒരു നാടകം സ്ത്രീകൾ തന്നെ രചിച്ച്, സ്ത്രീകൾ തന്നെ കമ്പോസ് ചെയ്ത്, സ്ത്രീകൾ തന്നെ എനാക്ട് ചെയ്ത്, അതിലുള്ള പുരുഷന്റെ വേഷവും സ്ത്രീകൾ ചെയ്യുന്ന രീതിയിലേക്ക് 16 കേന്ദ്രങ്ങളിൽ ഓപ്പൺ ആയിട്ട് സ്ത്രീകളുടെ നാടകം കളിക്കുകയാണ് നമ്മൾ മറ്റേ ചെയ്തത്. ഇറ്റ് ഓൺലി 20 years, 22 to 48 തൊഴിൽ നാടകം കളിക്കുന്നത്. സോ ഈ ഇത്രയും ചുരുങ്ങിയ കാലഘട്ടത്തിൽ they have reached up to the level of playing, പ്ലേയിങ് ഡ്രാമ മാത്രമല്ല, എനാക്ടിങ് ഡ്രാമ മാത്രമല്ല, അതിലുള്ള ടോപ്പിക്, തീം ഓഫ് ദ ഡ്രാമ വാസ് ഡിഫറെന്റ്,
ആൻഡ് ഹീറോന് പേര് പോലും വക്കീൽ എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പേട്രിയാർക്കി ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ആ പേട്രിയാർക്കി ഞങ്ങൾ പേര് പോലും കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ വക്കീൽ എന്നുള്ള പേരിൽ മാത്രം വെച്ചിട്ട് ഒരു പേര് പോലും ഇല്ലാത്ത ആണുങ്ങളെ ആണിന്റെ വേഷം ധരിച്ചിട്ടാണ് 1948 അഭിനയിച്ചത്. സോ ഇത്ര മാത്രം മാറ്റം ഉണ്ടായിട്ടില്ല. 20 years, that's enough for a society to change. If you are there is a will, there is a way എന്ന് പറയുന്ന പോലെ നമ്മൾ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ മാറ്റം ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 20 വർഷം ധാരാളമായിരുന്നു. നടന്നതാണ് കേരളത്തിലെ എവിഡൻസ് ഫോർ ദാറ്റ്. അതിൻ്റെ ഇടയിൽ അവരുടെ വിവാഹം, സജാതീയ വിവാഹം എല്ലാ രംഗത്തും നടക്കുന്നു. എല്ലാവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. വിധവകൾ വീണ്ടും വിവാഹം കഴിക്കാൻ വിധവാ വിവാഹം നടക്കുന്നു. വിധവാ വിവാഹം നടത്തിയതാണ് അറിയോ? ഇല്ല. രാജാ മൻമോഹൻ റോയ് ഇന്ത്യയിലാണ് മാസിക ബോർഡ് നമ്പൂതിരി. കേരളത്തിൽ വിധവാ വിവാഹം നടത്തിയതാണ് വീട്ടിൽ ഭട്ടതിരിപ്പാട്. ആരാ പറഞ്ഞ? ഐ എം വെരി സോറി, ഇറ്റ്സ് നോട്ട് വീട്ടിൽ ഭട്ടതിരിപ്പാട്, ഇറ്റ്സ് MP ഭട്ടതിരിപ്പാട്. V.T. Bhattaripad was the person who has helped them out. MRP എന്ന് പറയുന്ന ആളാണ്, MR ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് വിധവാ വിവാഹം നടത്തിയത്. അപ്പോൾ നമ്മൾ വിധവാ വിവാഹം നടത്തി എന്ന് പറയുമ്പോൾ എൻ്റെ ഹിസ്റ്ററി ഇവന്റ് ടേക്സ് പ്ലേസ് അതിലെങ്ങനെ പുരുഷന്റെ മാത്രമാവുന്നത്? MRP വിധവയല്ലല്ലോ, widower അല്ലേ? അല്ലെങ്കിൽ ഒരു the person who is ready to get married to a widow അല്ലേ? അത് widower. നിങ്ങൾ മലയാളം സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അറിയില്ല. കാരണം none of our history text, none of our Malayalam text gives the name of that widow. They all say that V.T. Bhattaripad ആണ് വിധവാ വിവാഹം നടത്തിയത്. വിവാഹം നടന്നത് MRBയുടെ ആണ്. അപ്പൊ വിധവയാരാണ്? Nobody knows. That is where the history is biased എന്ന് പറയുന്നത്, ജെൻഡർ ബയാസ്ഡ് ആണ് നമ്മൾ പറയുന്നത്. ആ സ്ത്രീയുടെ പേര് ആരും അറിയില്ല. Her name is നങ്കേമ്മ. പിന്നീട് ഉമ്മ എന്നുള്ള രീതിയിലേക്ക് മോഡേണൈസ് ചെയ്തു. അന്നത്തെ പേരുകളും ഇട്ടിച്ചിരി എന്ന് പറയുന്ന സാവിത്രിയായിട്ട്, ഇട്ടിത്തേലി എന്ന് പറയുന്ന ദേവിയായി, അങ്ങനെ ഇട്ടിത്തേലി, ഇട്ടിച്ചിരി, അതുമാതിരി ഇപ്പൊ ഞാൻ പറഞ്ഞ നങ്ങേമ്മ, നങ്ങേലി എന്നൊക്കെയുള്ള പേരുകളായിരുന്നു അന്നുണ്ടായത്. പേരുകളൊക്കെ മാറ്റുന്നത് ഇപ്പൊ ഷീജ, ബീജ എന്നൊക്കെ പറയുന്നതോട് കൂടിയിട്ട് യു ഡോണ്ട് നോ ടു വിച്ച് കാസ്റ്റ് ഷീ ബിലോങ്സ് ടു അറിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അച്ഛന്റെ പേരെന്താ അല്ലേ? നമ്മുടെ ജാതി ഒന്നും നമ്മൾക്ക് പോയിട്ടൊന്നുമില്ല. ആ കുട്ടിയുടെ പേര് ഷീജയാണെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളിലേക്ക് അച്ഛന്റെ പേരെന്താ? അച്ഛനെ കുറുപ്പെന്നോ അല്ലെങ്കിൽ രാമക്കുറുപ്പെന്നോ പറഞ്ഞു വെച്ചാൽ ഏത് കുറുപ്പ്? അമ്പല കുറുപ്പാണോ അതോ കളരി കുറുപ്പാണോ? അടുത്ത ചോദ്യം. അവിടെ അത്രയും വരെ നമ്മൾ സബ്ഡിവിഷൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇനിയും ഇതൊക്കെ മാറ്റാനുള്ള സമ്പ്രദായമാണ് അല്ലെങ്കിൽ രീതിയാണ് അന്നത്തെ സോഷ്യൽ റിഫോമിൽ ഉണ്ടായത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ സജാതീയ വിവാഹം നടന്നു. അതിനു വേണ്ടിയിട്ട് പിക്കറ്റിങ് നടന്നു. പിക്കറ്റിങ് എന്നൊക്കെ പറയുന്ന അന്നത്തെ റിഫോം മൂവ്മെന്റിനെ എങ്ങനെ നാഷണൽ മൂവ്മെന്റുമായിട്ട് കണക്ട് ചെയ്തു. നാഷണൽ മൂവ്മെന്റിൽ മാത്രമാണ് നമ്മൾ പിക്കറ്റിംഗ് എന്ന് പറയുന്ന വാക്കൊക്കെ കേൾക്കുന്നത്. അത്തരത്തിൽ പിക്കറ്റിങ് ഈ പറഞ്ഞ സജാതീയ വിവാഹത്തിൽ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നവർക്കുമെതിരെ പിക്കറ്റിംഗ് നടത്തിക്കൊണ്ട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ശ്രമം നടന്നു. ബൈ 1935 സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. സ്ത്രീ വിദ്യാഭ്യാസം വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ വളർന്നു തുടങ്ങി. അപ്പോഴും പ്രശ്നം ഇവർക്ക് നേടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ജാതി മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെ മറ്റു ജാതിക്കാരുടെ കൂടെ ഇരിക്കും? കാരണം ഇപ്പോൾ അത് ഞാൻ സൂചിപ്പിച്ച നമ്പൂതിരി സ്ത്രീ മറ്റേ വയലിന്റെ വരമ്പിൽ കൂടി നടന്നു വരുമ്പോൾ, പാതയാണ് വയൽ വരമ്പേ ഉള്ളൂ, റോഡില്ലാന്ന് ഞാൻ പറഞ്ഞു. വയലിന്റെ വരമ്പിൽ കൂടി കടന്നു വരുമ്പോൾ എതിർവശത്ത് കഴുത്തിൽ കല്ലുമാലിയിട്ടുള്ള ഒരു ദളിത് സ്ത്രീയാണ് എതിർവശത്ത് വരുന്നത് വെച്ചാല് വയൽ വരമ്പ് ഇത്രയും ഉണ്ടാവില്ല, രണ്ടുപേർക്ക് കടന്നു പോകാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഈ സ്ത്രീ എന്താ ചെയ്യുക? ഒന്നുകിൽ പിന്നിലേക്ക് ഓടിപ്പോണം. കാരണം ഇവരെ നേരെ വരാൻ പാടില്ല, എത്രയോ ഡിസ്റ്റൻസ് കീപ്പ്
കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഒന്നുകിൽ അവർ തിരിച്ച് ഓടിപ്പോകണം, അല്ലെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന വെള്ളത്തിലേക്ക് വരവിൽ നിന്ന് പാടത്തിലേക്ക് ചാടി വീഴണം, എന്നിട്ട് ഇവർക്ക് പോകാനുള്ള വഴി കൊടുക്കണം. അത്രയും നിഷ്കർഷിച്ചുകൊണ്ടാണ് ജാതി ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് നമ്മളിപ്പോൾ മാറിയിരിക്കുന്നത് എന്നുള്ളത് പഴയത് അറിഞ്ഞാലേ ഇതിൽ എത്രമാത്രം മാറ്റം ഉണ്ടാകുന്നത് നമ്മൾ അറിയുന്നത്. അതിൽ മാറ്റം വരും. By 30s, the question was, how to sit in the classroom and what will teach them. That was a big issue throughout India. സ്ത്രീകൾക്ക് എന്താ വിദ്യാഭ്യാസം കൊടുക്കുക? സ്ത്രീകൾക്ക് എന്തിനായി ബുദ്ധിമുട്ടിയിട്ട് എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും സയൻസും ഫിസിക്സും ഒക്കെ എന്തിനാ കൊടുക്കുക? അവർക്ക് തലച്ചോറ് വളരെ ചെറുതല്ലേ, അവർക്ക് പഠിക്കാനുള്ള കഴിവൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ലെറ്റ് us give home economics. പാചകം എങ്ങനെ നടത്താം, എങ്ങനെയാണ് ഹോം എക്കണോമിക്സ് എന്താണ്, ഹൗ ടു മാനേജ് എ ഹൗസ് ഹോൾഡ്, ഹൗ ടു ബ്രിങ് അപ്പ് ചൈൽഡ്, ഇത്തരം കാര്യങ്ങളൊക്കെ മതി എന്നുള്ള സിലബസ് തന്നെ വേറെയായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ തകർത്തെറിഞ്ഞിട്ടാണ് ഇന്നിപ്പം ഞാൻ സൂചിപ്പിച്ച അസ്ട്രോഫിസിക്സും ഇതൊക്കെ. ഇപ്പൊ നിങ്ങളുടെ വിമൻസ് കോളേജാണ്, മിക്സഡ് കോളേജിൽ ഒരേ തരത്തിലുള്ള സിലബസ് ഒരേ രീതിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയതിനും ഒരു ചരിത്രം ഉണ്ടാകുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഫൈറ്റ് നമ്മൾ നടത്തിയിട്ടാണ് ഈ രീതിയിലേക്ക് മാറിയത്. അപ്പൊ ഞങ്ങളുടെ സിലബസ് ഞങ്ങൾക്ക് അതിന് ഈ ലക്ഷ്മിബായി എന്ന് പറയുന്ന മാസികയിൽ ഒരു സ്ത്രീ കാവമ്മ എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീ എഴുതി, നിങ്ങൾ മുറ്റത്തിരുന്ന് ക്വിറ്റ് ഇന്ത്യയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താ മണ്ടികളാണോ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യാൻ? ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും ക്വിറ്റ് ഇന്ത്യയെ കുറിച്ചുള്ള അഭിപ്രായവും ഉണ്ട്, അത് ഞങ്ങൾ ആരോട് പറയും? അങ്ങനെ സ്ത്രീകൾ സംഘടിക്കണം എന്നുള്ളതായി. സ്ത്രീകൾക്ക് താല്പര്യമുള്ള പൊതു ഇടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവർ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞപ്പോൾ അവർക്കും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദികൾ വേണം എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകളുടേതായിട്ടുള്ള വേദികൾ ഉണ്ടാവണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വന്നു. ഞങ്ങളിതിന് ചർച്ച ചെയ്യാൻ ഞങ്ങൾ മണ്ടികളല്ല, പാചകക്കാരികളല്ല എന്ന് തന്നെ കാവം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും അതിന് മാറ്റമുണ്ടോ? ജനപ്രതിനിധികളായിട്ട് നമ്മൾ അധികാരം സ്ത്രീകൾക്ക് കയ്യിൽ കൊടുത്തിട്ട് 50% വിമൻ പാർട്ടിസിപ്പൻസ്, വിമൻ റെപ്രസെന്റേറ്റീവ്സ് വേണം എന്നാണ് നമ്മൾ പഞ്ചായത്തുകൾക്ക് ആവശ്യപ്പെട്ടത്. ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ജനപ്രതിനിധികളാണ്. പവർ കിട്ടും. രാവിലെ 3 മണിക്ക് എണീറ്റിട്ട് എല്ലാ പണിയും തീർത്ത് പാചകമൊക്കെ തീർത്തിട്ട് 10 മണിയാവുമ്പോഴേക്കും ഞാൻ ഓഫീസിൽ 4 മണിക്ക് 5 മണിക്കൊന്നും ഞാൻ ഓഫീസിൽ പോവില്ല മാഡം. ഞാനൊരു 7-7:30 മണി വരെ നിൽക്കും. പോകുന്ന വഴിക്ക് മീൻ വാങ്ങിച്ചുകൊണ്ട് പോയി അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് ഞാൻ രാത്രി കിടക്കുമ്പോൾ 10-11 മണിയാവും. Is she a superwoman? Have you ever noticed what your mothers do at home in the morning hours? How many hours she toiled in the kitchen? This was discussed being 1710. Can you imagine? Double burden എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് 1710 ആദ്യമായിട്ട് സ്ത്രീകളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, സ്ത്രീകൾ വീട്ടുജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, വീട്ടുജോലി ഇൻ ദ സെൻസ് ഹൗസ് ഹോൾഡ് ലേബറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. When education was introduced, when they were with the emergence of science, when they were discussing about family and a new society, what should be the role of woman? What education we will give to her? അത് നമ്മൾ ഈക്വലായിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ, എനിക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ എൻ്റെ ഭാര്യ വരണമെന്ന് പറഞ്ഞാൽ ഹൗ ഐ ഷുഡ് ബ്രിങ് ഹർ അപ്പ് ആസ് ഇഫ് ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി. ഇറ്റ്സ് നോട്ട് എ ഡ്യൂട്ടി ഓഫ് ദ സൊസൈറ്റി. ദെൻ നൗ വി ടേക്ക് ഇറ്റ് അപ്പ് ആസ് ദ ഡ്യൂട്ടി ഓഫ് ദ സൊസൈറ്റി. അപ്പൊ അതിന് ഉയർന്നു വരാൻ എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ വരെ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വാട്ടെവർ ഇറ്റ് ഈസ് ആസ് ഫാർ ആസ് കേരള ഈസ് കൺസേൺഡ്, ഐ എം ഗോയിങ് ഫ്രം Kerala to international level. As far as Kerala is concerned, 30s ആവുമ്പോഴേക്കും വിദ്യാഭ്യാസമായി പെൺകുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞാൽ അപ്പോഴും പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മറ്റ് ജാതികളുമായിട്ട് എങ്ങനെ ഇരിക്കാനുള്ള പ്രോബ്ലം. രണ്ടാമത് ഈ അമ്മമാർക്ക് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് തിരഞ്ഞു കഴിയുന്നവരെ, മെനാർക്കെ വരുന്നത് വരെ, വയസ്സറിയിക്കുന്നത് വരെ സ്കൂളിൽ പോകുമ്പോൾ അത് കഴിഞ്ഞാൽ ഷീ ഷുഡ് സിറ്റ് അറ്റ് ഹോം എന്നുള്ളതായിരുന്നു ധാരണ. ഇപ്പോഴും കോഴിക്കോട് താമസിക്കുന്ന ഒരു നഴ്സ് ജോലിക്കൊന്നും നമ്പൂതിരിമാർ പോവാറില്ല. ഒരു സ്ത്രീ ഇപ്പോഴും ജീവിക്കുന്നത്, റിട്ടയർ ചെയ്ത ഒരു സ്ത്രീ ജീവിക്കുന്നത്. ഹെർ സ്റ്റോറി ഈസ് ഇറ്റ്സ് എ പക്ക കേസ് സ്റ്റഡി വിച്ച് വി ഹാവ് ടു സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇൻ ദ സെൻസ് ഹൗ വി ഹാവ് അച്ചീവ്ഡ് അവർ എഡ്യൂക്കേഷൻ. അവരെ വിദ്യാഭ്യാസത്തിന് പറഞ്ഞയക്കാൻ തയ്യാറായിരുന്നില്ല. തൃശ്ശൂരിൽ മാത്രമായിരുന്നു വിദ്യാലയം ഉണ്ടായിരുന്നത്, നമ്പൂതിരി വിദ്യാലയം ഉണ്ടായിരുന്നത്.
സോ ഇവിടെ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഏട്ടന്മാരെ കൊണ്ടുപോയി അവളെ തൃശ്ശൂർ പള്ളിക്കൂടത്തിൽ ചേർത്തു. 2ാം ക്ലാസ്സിൽ 16ാമത്തെ വയസ്സിൽ 2ാം ക്ലാസ് പഠിക്കുകയാണ് ആ കുട്ടി. 16ാമത്തെ വയസ്സിൽ ഷീ ഗോട്ട് മെച്ചൂർ ആയപ്പോൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇനി നീ പോകേണ്ട കാര്യമില്ല, വയസ്സറിയിച്ചു കഴിഞ്ഞു, ഇനി നീ പഠിത്തൊന്നും ഇത്രയൊക്കെ പഠിച്ചത് മതി എന്ന് പറഞ്ഞു. പക്ഷെ ഏട്ടന്മാർ തയ്യാറായിരുന്നില്ല. അപ്പൊ ഇവര് 7 ദിവസമാണ് ആദ്യം മെനാർക്കെ വന്നു കഴിഞ്ഞാൽ 7 ദിവസമാണ് മാറിയിരുന്ന് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം കുളിക്കും. കുളത്തിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചിട്ട് അതൊരു റിച്വലാണ്. ഈ കുളത്തിൽ കുളിക്കാൻ പോയ സ്ഥലത്ത് ഈ ഏട്ടന്മാർ ഒരു കാറുമായിട്ട് അവിടെ വന്ന് വെയിറ്റ് ചെയ്തു. കുളിച്ചിട്ട് ഡ്രസ്സ് പോലും മാറ്റാതെ ഈറനോട് കൂടിയിട്ട് ഇവിടെ അങ്ങനെ തന്നെ കാറ് കയറിയിരുന്നു. കാറ് തൃശ്ശൂർക്ക് പോയി അവൾ സ്കൂളിലേക്ക് വീണ്ടും ചേർത്തു. അമ്മ കാത്തിരിക്കുക വീട്ടിലാണ്. എങ്ങനെ എന്താ ഇനിയും മോള് വരാതെ കുളിക്കാൻ പോയ മോള് ഇനിയും വന്നില്ലല്ലോ എന്ന് കണ്ട് ഒരു 12 മണിയാകുമ്പോൾ എന്താ അവിടെ ഇനി വന്നത്. അപ്പൊ ഈ ഏട്ടൻ തിരിച്ച് തൃശ്ശൂരിലാക്കിയിട്ട് വന്നു കഴിഞ്ഞു. ഏട്ടൻ കൂളായിരുന്നു പത്രം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇവൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, അവിടെ ആരെങ്കിലും ചങ്ങാതിമാരാരെങ്കിലും കണ്ടിട്ടുണ്ടാവും, വർത്താനം പറഞ്ഞോട് നിൽക്കായിരിക്കും, വന്നോട് നമ്മ പേടിക്കണ്ടാവണം. വൈകുന്നേരം വരെ മോള് വന്നില്ല എന്ന് കണ്ടപ്പോൾ അമ്മ അമ്മയ്ക്ക് സംശയം തോന്നിയിട്ട് തൃശ്ശൂരിലേക്ക് പോയപ്പോൾ തൃശ്ശൂർ വിദ്യാലയത്തിൽ കുട്ടി അവിടെയുണ്ട്. ഇവരവിടെ നിന്ന് പറഞ്ഞ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നു. അപ്പൊ ഇവര് ഏട്ടന്മാര് തൃശ്ശൂരിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി വിട്ടപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഞങ്ങൾ 2 പേരല്ലാതെ വേറെ ആരും വന്ന് വിട്ടാലും കുട്ടിയെ അവരുടെ കൂടെ പറഞ്ഞയക്കരുത്, അവള് ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകണം, അവൾ ഇനിയും പഠിക്കണം എന്നുള്ളത് നിർബന്ധമായി പറഞ്ഞിരുന്നു. അപ്പം അനികൃതയിൽ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞയക്കില്ല. അപ്പൊ അമ്മ ചോദിച്ചു, എൻ്റെ മോളാണ്, എനിക്ക് അവിടെ കൊണ്ടുപോകണം, ഇനി സ്കൂൾ പഠിത്തമൊന്നും വേണ്ട, വയസ്സായി കഴിഞ്ഞു, ഇനി അവളുടെ കല്യാണം എന്താ വെച്ചാൽ നോക്കണം, ഇനി എനിക്ക് പഠിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇവര് പറഞ്ഞു ഞങ്ങൾ അയക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അവർ അന്ന് വൈകുന്നേരം വരെ രാത്രി വരെ രാവിലെ വരെ അവരാ പഠിക്കലിരുന്നു. മോള് വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവര് തിരിച്ചു വന്നു. പക്ഷെ ആ പെൺകുട്ടിയെ ഭ്രഷ്ടാക്കി. പിന്നെ വീട്ടിലേക്ക് ആ സ്ത്രീ അമ്മ മരിച്ചിട്ട്, അങ്ങനത്തെ ഒരു ശിക്ഷാവിധിയൊക്കെ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അമ്മ മരിച്ചിട്ട് അമ്മയെ ബോഡി കാണാൻ പോലും വീട്ടിന്റെ അകത്തേക്ക് വിട്ടില്ല. കഥകിന്റെ ഗേറ്റിന്റെ മുമ്പിൽ നിന്നിട്ട് അമ്മയെ കണ്ടിട്ട് വരികയാണ് ആ കുട്ടി ചെയ്തത്. She was thrown out of the household. She was thrown out of the society, community. And she was studying in a school with other caste girls. So naturally vacation ബാക്കി എല്ലാവരും വീട്ടിൽ പോകും, ഇവർക്ക് പോകാൻ വീടില്ല. അപ്പൊ ഇവിടെ ആര്യപ്പള്ളം എന്ന് പറയുന്ന അവിടുത്തെ ഒരു റിഫോമർ ആയിരുന്നു, നമ്പൂതിരിമാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു റിഫോമർ ആയിരുന്നു. അവരുടെ വീട്ടിലാണ് വെക്കേഷനിൽ കൂടുതൽ താമസിക്കുക. അങ്ങനെ പഠിച്ചിട്ട് ആ കുട്ടി നഴ്സിംഗ് വരെ പഠിച്ചു. നഴ്സിംഗ് പഠിച്ചപ്പോൾ വീണ്ടും പ്രശ്നമായി. കാരണം നമ്പൂതിരി സ്ത്രീകളാരും നഴ്സിംഗിന് പോകാറില്ല, അതൊക്കെ അധകൃത വർക്കാണ് എന്നുള്ളതാണ്. അതൊക്കെ ഈ പറഞ്ഞ ഹരിജൻസിന് പറ്റുന്ന, വീഴവാസിന് പറ്റുന്ന ജോലിയാണ്, ഇതൊന്നും നമ്പൂരിമാര് ചെയ്യേണ്ടതല്ല എന്നുള്ള ധാരണയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ ആദ്യത്തെ നഴ്സ്, നമ്പൂരിമാരുടെ ഇടയിലുള്ള ആദ്യത്തെ നഴ്സ്, ഷീ സ്റ്റിൽ അലൈവ് ഇൻ കാലിക്കറ്റ്. ഷീ ഹാസ് fought for her education like this. So all these things give us lessons how difficult it was to get education. And ആ അത്തരത്തിൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ട് അവർ എത്രമാത്രം ഹൈറ്റിലേക്ക് പോയി എന്നുള്ളതും കൂടി, എന്തൊക്കെ മാറ്റങ്ങൾ അവർ സമൂഹത്തിൽ ഉണ്ടാക്കി എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. So the education given to them were so strong that they could make reform in the society. Our education today, does it help? Does it help? We often be frank. I say that it doesn't, it never helps. We know mathematics quite a lot, we know a lot of physics, we know a lot of chemistry, we know a lot of astrophysics and marine biology and things like that. Engineering അറിയാം, medicine അറിയാം. But എത്ര പേർക്ക് സ്വന്തം ശരീരത്തെ കുറിച്ച്, മെഡിക്കൽ സ്റ്റുഡൻസ്, they don't know what is happening in their body. Only during this Sabarimala issue that Artham and menses was discussed in public. In fact, our education system has given us chance to learn about all these things in the 9th standard itself. But when I was studying 9th standard, the teacher used to take that class, that chapter alone, by looking at the board. She never looks at the girls or boys. കാരണം റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ്, എങ്ങനെ ഗേൾസ് നോക്കിയിട്ട് പഠിപ്പിക്കുക? ടീച്ചർക്ക് ഭയങ്കര നാണാണ്. അപ്പൊ ടീച്ചർ പഠിപ്പിക്കില്ല, ടീച്ചർ ചുമര നോക്കിയിട്ട് ബോർഡ് നോക്കിയിട്ട് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ നിങ്ങൾക്ക് വായിച്ചോളൂ പറയും. ഇപ്പൊ പറയുന്നത് അതേ പാഠഭാഗം തന്നെ 9th സ്റ്റാൻഡേർഡിലുണ്ട്. ഇപ്പോഴും നമ്മളത് പറയുന്നത് ആ പാഠം വായിച്ചാൽ മതി, വീട്ടിൽ പോയി വായിച്ചാൽ മതി, ടീച്ചർ ക്ലാസ്സിൽ എടുക്കില്ല. നിങ്ങൾ എത്ര പേര് ആ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന പാഠം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. Burma Commission report വന്ന സമയത്ത് when we called a lot of women and discussed about Burma Commission report and what all things should be added, അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്
ഒരു പേരന്റ് അവരുടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാറുള്ളതാണ്, ഹോംവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പേരന്റാണ്. അവർ പറഞ്ഞത് അവരുടെ മകള് 9th സ്റ്റാൻഡേർഡിലാണ് ഈ പാഠഭാഗം ഉണ്ട് സ്കൂളിലെ സയൻസ് ടെക്സ്റ്റിൽ. പക്ഷെ അവളുടെ അതുവരെ എത്തിയിട്ട് ആ പാഠം എത്തിയപ്പം അവൾ പറഞ്ഞ ടീച്ചർ വായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാൽ പിന്നെ വായിക്കാനാണ്, അത് വായിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതിന് ചോദ്യങ്ങളൊന്നും വരില്ല. അപ്പൊ ചോദ്യവും വരില്ല, പഠിക്കുകയും വേണ്ട, വായിച്ചാൽ മതി, വായിച്ചാൽ മതി. അങ്ങനെ ഒരു പാഠഭാഗം എന്തിനാ ടെക്സ്റ്റ് ബുക്കിൽ വെച്ചിരിക്കുന്നത്? What all changes that takes place? I mean, what all things created as a result of that, how many problems are created in the society because of that. One doesn't know what is happening to their body. One doesn't know what is menses. So many girls are sitting here. How many of you can explain to me what is periods? Can one? Anything will not explain to you. Every month you are having a time. All of us have. Not me. I will not explain to you. Yes, please. നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഓവം അവിടെ ഇരിപ്പുണ്ട്. അത് പുറത്തേക്ക് വരുന്ന പ്രോസസ്സാണ് ഓവല്യൂഷൻ എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ ഇപ്പോ ഓവം ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് പുറത്തേക്ക് വരും. ഇപ്പോൾ അത് ഫെർട്ടിലൈസേഷൻ സ്പേം വന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ബേബി, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആയിട്ട് മാറും. അല്ലെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ബോഡി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും ആ ബേബി അല്ലെങ്കിൽ ആ ഫീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ സംഭവിക്കാതെ വരുമ്പോഴത്തേക്കും ഫുൾ എന്താണ് അവിടെയുള്ള ഹോൾ എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് എല്ലാം കൂടെ പുറത്തേക്ക് പോകും അലോങ് വിത്ത് ബ്ലഡ്. അതാണ് മെൻസ്ട്രേഷൻ ആയിട്ട് വരുന്നത്. അതൊരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോഴത്തേക്കും സംഭവിക്കുന്നതാണ്. അത് നമ്മൾ അത് ഒരു 50 ആവാം, ആ മെനോപോസ് ഉണ്ടാകുന്ന വരയ്ക്കും സംഭവിക്കുന്നതായിരിക്കും. ഓവറിയില് ഓവം ഉണ്ടാവുന്നു. അത് വൺസ് 24 ഡേയ്സിലാണ്. 24 ഡേയ്സേ ഇത് ലൈഫ് ഉള്ളൂ. അത് കഴിഞ്ഞ് അത് കൊഴിഞ്ഞു പോകും, കേടുവന്ന് പോകും. ഫെർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഷൻ ഇന്റർകോഴ്സ് നടന്നു പുരുഷനുമായിട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡെവലപ്പ്, ഫെർട്ടിലൈസ് ചെയ്യും, സ്പെർമുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഫെർട്ടിലൈസ് ചെയ്യും. അതർവൈസ് 24 ഡേയ്സ് കഴിയുമ്പോൾ അത് അതിന്റെ ജീവൻ കഴിയും. ആ സമയത്ത് ഗർഭപാത്രത്തിന്റെ ഉൾവശം എന്ന് പറയുന്നത് നമ്മുടെ ഈ വായിന്റെ അകത്തുന്ന പോലെയാണ്. വാൾസ് സോ സോഫ്റ്റ്. മീനിന്റെ മുള്ളിലൊക്കെയാൽ പോലും ചോര വരുന്നുണ്ട്. ബ്ലഡ് വെസൽസ് ആർ അറ്റ് ദ ടോപ്പ്. എപ്പിത്തീലിയൽ സെൽ എന്ന് പറയും. എപ്പിത്തീലിയൽ സെല്ലിന്റെ ഏറ്റവും മുകളിലാണ്, ഏറ്റവും ടോപ്പിലാണ് ബ്ലഡ് വെസൽസ്. നല്ലോണം നമ്മൾ അമർത്തി നോക്കിയാൽ കാണാം ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് ആയിട്ട് ബ്ലഡ് വെസൽസ് കണ്ണിന്റെ അകത്തുള്ള. അതേമാതിരിയാണ് ഗർഭപാത്രത്തിന്റെ അകത്തുള്ളത്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഇത് ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഇങ്ങനെ 2 കൈയായിട്ടുള്ളത് പോലെയാണ്. ഇതിലൊരു ഓവറി, ഇത് വേറൊരു ഓവറിയാണ്. ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് that goes with that tube and enters the uterus. ഡാമേജ് ആയി കഴിയുമ്പോൾ 24 ഡേയ്സ് ആകുമ്പോൾ ഡാമേജ് ആയി കഴിയുമ്പോൾ അത് ആ ട്യൂബ് കൂടി യൂട്രസിലേക്ക് വന്ന് വീഴുന്ന സമയത്ത് along with the eggs it takes the blood vessels also because it is so thin and epithelial cell ഇതിന്റെ തൊട്ട് താഴെ ബ്ലഡ് വെസൽസ് ഉള്ളവർക്ക് അത് പറഞ്ഞു വീഴുമ്പോൾ കുറച്ച് ബ്ലഡ് വെസൽസും കൂടി അതിന്റെ കൂടെ ഡാമേജ് ആവും. അപ്പോൾ ബ്ലഡും ക്ലോട്ടുമായിട്ട് we are seeing it every 24 days. So this is only taking place. That's what during Sabarimala issue we were asking. What it is taking place in your body, in the inside of a woman's body. And what it has to do with Sabarimala, or what we used to say, Tulasi Totta Karinju Po, Ambalathil Poyirudhu. So it is body temperature കുറച്ച് റേസ് ആയിട്ട് നിങ്ങൾക്കതറിയാം. അത്രയേ ഉള്ളൂ. അല്ലാതെ തുളസി തൊട്ട കരിഞ്ഞു പോകാന്നൊക്കെ വേണം. അതിന് യാതൊരു തരത്തിലുള്ള ദൈവമായിട്ടോ സ്പിരിറ്റായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. ഇറ്റ് ഈസ് സം ബയോളജിക്കൽ തിങ്, റിതം ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ വുമൺസ് ബോഡി. ദാറ്റ്സ് ഓൾ. സോ ഇത്
അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ how will we be able to control our body? We should be able to control our body as women. If somebody comes and try to attack us, we should be able to withstand. അതിന് ഏതൊരു സേഫ് ഗാർഡ് ഏത് ഗവൺമെന്റ് തന്നാലും ഏത് ഓർഗനൈസേഷൻ തന്നാലും അച്ഛനോ അമ്മയോ തന്നാലും സേഫ് ഗാർഡ് ആവില്ല. വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ourselves. നമ്മൾ തന്നെ അത് പിടിച്ചു നിൽക്കണം. വേറെ ആർക്കും പറ്റൂല, ആർക്കും പുറത്തുനിന്ന് സഹായിക്കാൻ പറ്റൂല. സോ വി ഹാവ് ടു ഗാർഡ് ourselves. അതിനുള്ള ടീച്ചിങ് നമ്മുടെ എഡ്യൂക്കേഷനിൽ ഉണ്ടാവണമായിരുന്നു. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തെ കുറിച്ചുള്ള പഠനങ്ങൾ പോലും ക്ലാസ് മുറിയിൽ പഠിപ്പിക്കില്ല, ഡിസ്കസ് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ രീതി. പുരുഷാധിപത്യം എന്ന് പറയുന്ന ഒരു വാക്ക്, unless and until you join women's studies or gender studies, you are not coming across that word. But from birth onwards you are immersed in patriarchy. വീട്ടിൻ്റെ അകത്ത് പേട്രിയാർക്കലാണ്, വീടും പേട്രിയാർക്കലാണ്, സൊസൈറ്റിയാണ്, ക്ലാസ് റൂമാണ്, ക്ലാസ്സിന്റെ ക്യാമ്പസ് ആണ്, ബസ്സാണ്, പബ്ലിക് സ്പേസ് ആണ്, ഇതൊക്കെ പേട്രിയാർക്കലാണ്. അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിന്നോണ്ടായിരിക്കുന്നു. ഇതില് എന്താണ് അത് എന്നുള്ളത്, വാട്ട് ഈസ് പേട്രിയാർക്കി, ഹൗ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് പേട്രിയാർക്കി എന്നുള്ളത് നമ്മുടെ പാഠപുസ്തകത്തിൽ ഇല്ലെങ്കിൽ why we are talking about equality? What education they have given us by doing Yajana Yatra? എന്ത് എഡ്യൂക്കേഷനാണ് അവർക്ക് നമ്മൾ അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് അവർ നമുക്ക് വിദ്യാഭ്യാസം നേടി തന്നത്. അതിനുള്ള എന്ത് തിരിച്ച് കൊടുക്കലാണ് അല്ലെങ്കിൽ പ്രതിഫലമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? We are not ready to learn about ourselves. We are not ready to understand about our body. We are not ready to fight against thoughts against us. Are we? ഇണ്ടോ? അന്ന് ദേവകി നരിക്കാട്ടിക എന്ന് പറയുന്ന ഒരു നമ്പൂതിരി സ്ത്രീ മറ്റേ കോരപ്പുഴ കിടന്നാൽ ഭ്രഷ്ടാവും, സമുദായത്തിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുന്ന കാലഘട്ടത്തില് she went all the way to കസ്തൂർബാസ് മറ്റേ ആശ്രമം, കസ്തൂർബായുടെ ആശ്രമം, വാർധ. She went all the way to Varda, learning Hindi. ചാക്ക നോക്കാൻ വേണ്ടി അവർ പഠിച്ചു. She came back and started 2 or 3 institutes where these things are taught. And when I was interviewing her, I asked her, could you find any difficulty? Then while narrating that, she said that one day all of us, 3 or 4 of us in that ashramam went to see Kedarnath. കേദാർനാഥൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഞങ്ങൾ പോയി. അപ്പോൾ ഐ വാസ് തിങ്കിങ് എത്ര ദിവസം എടുത്തു? 3 ദിവസം എടുത്തു കേദാർനാഥ് എത്താൻ, നടന്ന് വേണം പോകാൻ. 3 ദിവസം എടുത്തു. സത്രത്തിൽ താമസിച്ചു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഭൂമിയുടെ അടുപ്പ് കയ്യിൽ തൂക്കി പിടിച്ചിരുന്നു, അരി ഉണ്ടായിരുന്നു, ഇതൊക്കെ എടുത്തിട്ടൊക്കെയാണ് അവർ പോയത്. സത്രത്തിൽ താമസിച്ച് അവരെന്നെ ആഹാരം ഉണ്ടാക്കി, കുളിച്ച് അടുത്ത് കാണുന്ന കുളത്തിൽ പോയി കുളിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്ന് അങ്ങനെയാണ് പോയത് എന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഐ വാസ് ടേക്കൺ അബാക്ക്. ബിക്കോസ് 5 മണിക്ക് ഓഫീസിൽ നിന്ന് വരുന്ന ആള് 5:30 മണിയായി നമുക്കിന്ന് പേടിയാണ്. തൃശ്ശൂർ പോകേണ്ട ആള് 5 മണിയാകുമ്പോഴേക്ക് പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് പറയും. ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ എത്തണേ മോളെ. ബിക്കോസ് ആസ് ദിസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് സേഫ് ഗാർഡ് സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കുന്ന സ്ത്രീ പറയുന്നത് പോലെ വി ആർ കൾട്ടിവേറ്റിംഗ് എ സോർട്ട് ഓഫ് വിക്ടിം നേച്ചർ ഇൻ അവർ ഗേൾസ്. നമുക്ക് അവർക്കത് ഉണ്ടായിരുന്നില്ല, ആ വിക്ടിം നേച്ചർ അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ അവരോട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ ഒരു മദാമ ഉണ്ടായിരുന്നു, അവർ വഴിയിലൊന്ന് മരിച്ചു. അപ്പൊ അവരെ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്തിട്ട് അവരുടെ ഫ്യൂണറലൊക്കെ നടത്തിയിട്ട് പിന്നെ വി കണ്ടിന്യൂഡ് അവർ. സോ വി വർ ഡിലേഡ് ബൈ 1 day because we had to stay workers. So cool. Can we think about it now? അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു. അത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി അത്രയും പേടിയില്ലാതെ യാത്ര നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ആയ എങ്ങനെയായാലും നമ്മളൊന്നും ചോദ്യം ചെയ്യുന്നതുമില്ല. അന്ന് അവർ ഉണ്ടാക്കി തന്ന ഒരു ഭൂമികയില് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എഡ്യൂക്കേഷൻ കിട്ടി, തൊഴിലിന് പോകാൻ തുടങ്ങി,
സ്ത്രീകൾ ഫാക്ടറികളിലും മറ്റേ വയലേലകളിലും മാത്രമല്ലാതെ സ്കൂളിൽ ടീച്ചേഴ്സ് ആവാൻ തുടങ്ങി, ക്ലർക്സ് ആവാൻ തുടങ്ങി, ജോലി കിട്ടി തുടങ്ങി, IAS വരെയൊക്കെ എത്തുന്ന രീതിയിൽ വിമൻ ആർ എവരിവെയർ നൗ. ഇതൊക്കെ നേടിത്തന്നത് അന്നത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റും അന്ന് നമുക്ക് തന്ന ബാക്ക്ഗ്രൗണ്ടുമാണ്. അവരുടെ ഒരു ബാക്കിംഗ് ഇല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. മാറി മറിക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ പറഞ്ഞ വസ്ത്രധാരണത്തിൽ വേണ്ടിയിട്ട് അവർ ചെയ്തു തന്ന ഒരു ത്യാഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വസ്ത്രം ധരിച്ചു നിൽക്കുന്നത്. മനോരമ പത്രത്തിന്റെ 1907 or 8, I don't remember exactly, ആ ഡേറ്റിലുള്ള ഒരു പത്രത്തിലെ വാർത്ത ഞാൻ തന്നെ എൻ്റെ റിസർച്ചിന്റെ സമയത്ത് ഞാൻ കണ്ടതാണ്. മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് 10 സ്ത്രീകളെ, നായർ സ്ത്രീകളെ റൗക്ക ധരിപ്പിച്ച് പുരുഷന്മാര് ജാഥയായിട്ട് കൊണ്ടുപോയി. അപ്പൊ ഞാൻ റൗക്ക എന്താണെന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും റൗക്ക ധരിക്കാൻ ഇഷ്ടമില്ലാത്ത കുറെ സ്ത്രീകളുണ്ട്. അവരോട് ഭയങ്കര അസ്ഥിരയാണ്, എനിക്ക് ബ്ലൗസിന്റെ ഇഷ്ടമല്ല എന്ന് പറയുന്ന മാറി മറക്കാതെ നടക്കുന്ന കുറെ സ്ത്രീകൾ നാട്ടുപുറങ്ങളിലുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, റൗക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടുന്ന പോലത്തെ ബ്ലൗസ് ഒന്നും അല്ല, ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു തുണി, അതിന്റെ നടുക്ക് വലിയൊരു കത്രികയോട് ഒരു ഓട്ട ഉണ്ടാക്കും, ഈ രണ്ടറ്റത്തും ചെറിയ ഓട്ട ഉണ്ടാക്കും, ഈ വലിയ ഓട്ട തലയിൽ കൂടിയിട്ടും ചെറിയ ഓട്ടയിൽ കൂടി കയ്യെ വീട് ഇങ്ങനെ ഞാന്ന് കിടക്കുന്നത് റൗക്ക എന്ന് പറഞ്ഞ ആദ്യത്തെ മാറി മറക്കരുത്. അപ്പൊ ഇതിട്ടിട്ടാണ് സ്ത്രീകൾ മാവേലിക്കരയിലൂടെ നടന്നു പോയത്. അപ്പൊ ആ പത്രവാർത്ത എന്തായിരുന്നു എന്ന് പറഞ്ഞാല് 10 സ്ത്രീകളെ ഇങ്ങനെ കൊണ്ടുപോയി. ഇന്നിപ്പോ സ്പീക്കിംഗ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ റോഡിന്റെ 2 വശത്ത് നിന്ന് കാഴ്ച കാണാൻ പോവോ അതുമാതിരി പാതയുടെ ഇരുവശവും, റോഡല്ല, റോഡ് ഈസ് എ മൊഡേണിറ്റി, ഐ മീൻ മോഡേൺ ടെർമിനോളജി, പാതയുടെ ഇരുവശവും ആഭാരവൃന്ദം ജനങ്ങൾ തടിച്ചു കൂടിയിരുന്നു ഈ കാഴ്ച കാണാൻ. ആ കാഴ്ച കണ്ടിട്ട് ആൾക്കാരെ കണ്ടിട്ട് നാണക്കേട് തോന്നിയിട്ട് ഇവരിത് വലിച്ചു കൂടി കണ്ടിട്ട് 4 ഭാഗവും ചെതറി എന്നുള്ളതാണ് വാർത്തയാവാനുള്ള കാരണം. Can you imagine today? ഇതുകൂടാതെ മൂലക്കരം കൊടുക്കണം എന്നുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ജസ്റ്റ് ബിക്കോസ് എ വുമൺ ഹാസ് ഗോട്ട് ബ്രെസ്റ്റ് ഷി ഹാസ് ടു ഗിവ് ടാക്സ് ടു ദാറ്റ് ബ്രെസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വേണമെങ്കിൽ എന്റെ മുല പറിച്ചോ എന്ന് പറഞ്ഞ അധികാരികളുടെ മുമ്പിൽ നിന്ന് കൊടുത്ത സ്ത്രീ. കാരണം അതിനുള്ള മണി ടു ഗിവ്, എനിക്ക് ടാക്സ് കൊടുക്കാനുള്ള പൈസ വേണമെങ്കിൽ ഇത് മുറിച്ചെടുത്തോളൂ, അല്ലാതെ എനിക്ക് വേറെ നിർത്തിയൊന്നും ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വിമൻ were ready to do that. There is lot of elements regarding breast of women. One is poverty, another was caste, the third was this proselytization, മതമാറ്റം. ജാതിയില് ഈ റൗക്ക സമരത്തിന് തൊട്ട് മുൻപുണ്ടായിരുന്ന മേൽമുട്ട് സമരം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. 3 സമരങ്ങൾക്ക് ശേഷമാണ് നമുക്ക് മാറുമറിക്കാനുള്ള അവകാശം കിട്ടിയത് എന്നുള്ളതാണ്. രണ്ടാമത്തെ മേൽമുട്ട് സമരം എന്ന് പറയുന്നതായിരുന്നു. അത് ഇടതുവശത്തെ തോളില് നൂൽബന്ധം സ്ത്രീകൾക്ക് പാടില്ല എന്ന് മാത്രമല്ല, വിജന്മാർക്ക് മാത്രമേ പാടുള്ളൂ. വിജൻ മീൻസ് ബ്രാഹ്മൺ. ബ്രാഹ്മണന്റെ പൂണൂലിടുന്നത് ഇടത് തോളിൽ നിന്ന് ഇങ്ങനെയാണ്. ഈ ഇടത് തോളില് നൂൽബന്ധം ഉണ്ടാകുന്നത് ബ്രാഹ്മണർക്ക് മാത്രമേ പാടുള്ളൂ, മറ്റാർക്കും പാടില്ല എന്നുള്ള നമ്മളെ ഈ പറഞ്ഞ സ്മൃതികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊന്നും ബ്രിട്ടൻ ലോ ഒന്നുമല്ല, എല്ലാ ഹിയർസയും ഫോളോ ചെയ്തുകൊണ്ടുന്ന ട്രഡീഷനുമാണ്, കസ്റ്റംസാണ്, കസ്റ്റമറി റൈറ്റ് ആണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. ആ രീതിയിൽ പറഞ്ഞതിൽ ഇവർ തോളില് തോർത്തിട്ടിട്ടാണ് കുറെ സ്ത്രീകളെ, മറ്റേ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന നാടക സ്ത്രീകളെ തോളിൽ തുണിയിട്ടിട്ടാണ് അവരോട് യാത്ര ചെയ്യാൻ പറഞ്ഞത്. തോളിൽ തോർത്തിട്ടോളാൻ പറഞ്ഞു. അപ്പോഴാണ് നായന്മാർ വന്നിട്ട് മുല അറുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത വന്നത്. കാരണം ഞങ്ങൾക്കില്ലാത്ത ഒരു റൈറ്റ്, ബ്രാഹ്മണർക്ക് മാത്രമായിട്ടുള്ള ഇടത് തോളില് നൂൽബന്ധം എങ്ങനെയാണ് ഒരു നാടക സ്ത്രീക്ക് പറ്റുക എന്നുള്ളത് ചോദിച്ചിട്ട് ജാതി പ്ലേറ്റ്. The third was the proselytization, the റൗക്ക സമരം which I mentioned. So ഇങ്ങനെയുള്ള 3 ഘട്ടങ്ങളിലായിട്ട് സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം നേടി തന്നതാണ് നമ്മുടെ മുത്തശ്ശിമാര്. ഇന്നിപ്പോ നമ്മൾ ഇഷ്ടം പോലെ എന്ത് തരത്തിലുള്ള വസ്ത്രവും ധരിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കണ്ടേ? 100 വർഷമായിട്ടേ ഈ റൈറ്റ്സ് നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. 2 to 3 years back only there was a centenary, ഇതിന്റെ മാറുമറിക്കൽ സമരത്തിന്റെ സെന്റിനറി നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് ആഘോഷിച്ചത്. സോ ഇങ്ങനെ നമ്മുടെ നമ്മൾ ഇന്ന് നമ്മളായിരിക്കുന്ന ഓരോ തലങ്ങളിലും
സംബന്ധമില്ലാതെയാക്കിയത്. അതേമാതിരി ലോ വന്നിട്ട്, മാരേജ് ലോ വന്നിട്ടാണ് സംബന്ധം എന്ന് പറയുന്ന രീതി ഇല്ലാതെയായത്. പണ്ട് നമ്മുടെ കഥകളിൽ കാണുന്നത് പോലെ അകത്ത് എത്ര പുരുഷന്മാരെ വേണമെങ്കിലും സ്ത്രീയെ അംഗീകരിക്കാമായിരുന്നു. അറ്റ് എ ടൈം 3-4 കാമുകന്മാരോ ജാരന്മാരോ ഭർത്താക്കന്മാരോ എന്ന് വേണമെങ്കിലും അവരെ വിളിക്കാം. അവരുമായിട്ടുള്ള ബന്ധം പറ്റുമായിരുന്നു. പുറത്ത് ചൂരി വയ്ക്കുമായിരുന്നു എന്നുള്ളതാണ് പണ്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാനത് എൻക്വയറി ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അകത്ത് ആളുണ്ടെങ്കിൽ തോർത്തുമുണ്ട് പുറത്തിടും. അപ്പോൾ തോർത്തുമുണ്ട് പുറത്തുണ്ട് വെച്ചാൽ രണ്ടാമത്തെ ആൾ വന്നു വെച്ചാൽ അറിയാം somebody is there inside, so he will go back. അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് nobody was seeing it as a different thing, you know. ഇതിപ്പോ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആയിട്ട് സദാചാരികളിൽ മുഴുവനായിട്ട് രംഗത്ത് ഇറങ്ങുന്നുണ്ടല്ലോ. അന്ന് ഈ സദാചാരികൾ എവിടെയായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും 10 പേരാവായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് റോബി ജെഫ്രി പറയുന്നത് മാട്രിലീനിയൽ ആയിരുന്നാലും നായർ സ്ത്രീകൾ they were more liberated than other castes എന്നാണ്. which I don't think is correct. കാരണം ഞാൻ ഇവരോട് അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞത് പൂമുഖത്തേക്ക് സ്ത്രീകൾ വരാൻ പാടില്ലല്ലോ. അപ്പോൾ പൂമുഖത്ത് ഇരുന്നുകൊണ്ട് കാരണം അവർ ചോദിക്കും ലക്ഷ്മിയെ എന്ന് വിളിച്ചാൽ കഥയുടെ ബാക്കിൽ നിന്നിട്ട് എന്താ എന്ന് ശബ്ദമില്ലാതെ ചോദിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. മറ്റേ ഒച്ചത്തിൽ സംസാരിച്ച് എന്താ ഏട്ടാന്ന് എന്തൊക്കെ നമ്മൾ കയറിയാലും പൂമുഖത്ത് കയറി ഏട്ടൻ്റെ കൂടി ഇരിക്കുന്നവരൊന്നും അന്ന് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ഏട്ടാന്ന് ചോദിച്ചാൽ കുറെ കാലമായിട്ട് കോമൺ നായർ വരാറില്ല അല്ലേ. എന്നാൽ ഇനി കോമൺ നായരല്ല വരിക കേട്ടോ, രാമൻ നായരായിരിക്കും വരിക എന്ന് ഏട്ടൻ തീരുമാനിച്ചാൽ എനിക്കിഷ്ടം കോമൺ നായരെയാണ്, അതുകൊണ്ട് കോമൺ നായർ തന്നെ വേണമെന്ന് പറയാനുള്ള അവകാശമൊന്നും സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ എന്ത് ലിബറേഷനാണ്? വൺ തിങ് ഈ പറഞ്ഞ ലൈംഗികതയാണോ അല്ലെങ്കിൽ സെക്ഷൽ ഫ്രീഡം ആണോ ഫ്രീഡമായിട്ട് നമുക്ക് പറയേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തത് ഇതിനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി ഒരു വശമായിട്ട് നമുക്ക് കാണേണ്ടി വരും. അപ്പൊ അവിടെയും മാറ്റ്ലിംഗ് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ഇവർക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലാൻഡ് അവരുടെ പേരിലായിരുന്നു, വീട് അവരുടെ പേരിലായിരുന്നു എന്ന് പറയുമ്പോഴും ട്രാൻസാക്ഷൻ റൈറ്റ്സ് അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് അത് ഇപ്പോഴും കണക്ക് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത് 10% താഴെ മാത്രമാണ് സ്ത്രീകൾക്ക് ഇന്നും സ്വത്തവകാശമുള്ളത്. സ്ത്രീകൾ ഈ രീതിയിൽ രംഗത്തേക്ക് വരുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാവുക ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ സ്ത്രീകൾ തൊഴിലെടുത്ത് തുടങ്ങിയപ്പോൾ സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ ഇൻ ദ വർക്ക് പ്ലേസ് അഗൈൻസ്റ്റ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ഇൻ ദ വർക്ക് പ്ലേസ് ആക്ട് വന്നു. സ്ത്രീകൾ മറ്റേ മീഡിയ ലെവലിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഫിലിം അത്തരത്തിലുള്ള തൊഴിൽ രംഗത്തേക്കൊക്കെ എത്തിയപ്പോൾ ഇൻഡീഷ്യൻ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ആക്ട് വന്നു, പ്രൊഹിബിഷൻ ആക്ട് വന്നു. അപ്പൊ സ്ത്രീകളുടെ തൊഴിൽ രംഗത്തേക്ക് പല രംഗത്തേക്ക് മാറുമ്പോഴൊക്കെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നും അതിനെതിരെ ഒരു നിയമം കൊണ്ടുവന്ന് അതിനെ മാറ്റാമെന്നും വിവിധ ധാരണകൾ ഉണ്ടാവുന്നുണ്ട്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. We have 3 dowry prohibition officers in our state. For the first time I have seen that genre. ഇങ്ങനെ 3 പേരുണ്ട് എന്ന് പോലും ആരും അറിയില്ല എന്നുള്ളത്. സോ ഇത്തരത്തിൽ ഞാനത് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള 10-100 വർഷത്തെ ഹിസ്റ്ററി ട്രേസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നമ്പൂതിരിമാരുടെയും നായന്മാരുടെയും ഈഴവാസിന്റെയും ഏറ്റവും താഴെയുള്ളവർക്ക് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ വർ അവോയ്ഡിങ് ഓൾ ദീസ് കല്ലുമാല സമരം പോലെയുള്ള സമരങ്ങളൊക്കെ ചെയ്തിട്ട് അവരെങ്ങനെയാണ് മാറിയത് എന്നുള്ളത് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അവര് പണിയെല്ലാം കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള എന്ന് പറയുന്നവരുടെ റൂമിൽ വിളിച്ചു കൂട്ടിയ മീറ്റിംഗിൽ ഈ സ്ത്രീകൾ എല്ലാവരും വരുന്നു. എല്ലാവരും അവരെ കുത്തിയിരുന്ന് പണി കഴിഞ്ഞിട്ട് വരുന്നവരാണ്. ഇടുപ്പില് വാളുണ്ട്, അരിവാളുണ്ട്, അതായത് നെല്ല് കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അരിവാളുണ്ട്. എല്ലാവരും കൂടെ കുത്തിയിരിക്കുമ്പോൾ ഇതുമാതിരിയുള്ള സ്റ്റേജിൽ ഇരുന്നിട്ട് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള പറയുന്നു, നിങ്ങൾ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന കല്ലുമാല എന്ന് പറയുന്നത് നിങ്ങളെ അടിമകളാക്കുന്ന സംഭവമാണ്. നിങ്ങളുടെ ജാതി തിരിച്ചറിയിക്കുന്ന ഒരു ലക്ഷണം കൂടിയാണ്. നിങ്ങൾ അത് അർത്ഥ മാറ്റിയാൽ മാത്രമേ നിങ്ങൾ മനുഷ്യരായിട്ട് മാറുള്ളൂ. ഒറ്റ കുട്ടി പോലും തിരിച്ചു വരാൻ, അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുക ചെയ്തത്. ഒരാളും തന്നെ തയ്യാറായില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി, ഗൂഗിൾ വരുന്ന ടൈപ്പ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവസാനം ഒരു സ്ത്രീ കയറി വന്നിട്ട് അവര് കഴുത്തുന്ന
ഇതൊന്ന് വാളെടുത്തിട്ട് ഇത് മുറിച്ചിട്ട് സൈഡിലിട്ടിട്ട് പോവുക ചെയ്തത്. അയ്യങ്കാളിയുടെ ആത്മകഥയിൽ പറയുന്നത്, ഈ ഇൻസിഡന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നത്, ആ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ഒരു സ്റ്റേജിന്റെ ഒരു വശം മുഴുവൻ കല്ലിന്റെ ഒരു കുന്നുപോലെയായി. അത്രയധികം തുരുതുരാണ് സ്ത്രീകൾ എല്ലാവരും വന്ന് ഈ കല്ലുമാല മാറ്റിയിട്ട് പോവുക ചെയ്തത്. പിന്നീട് സ്ത്രീകൾ കല്ലുമാല ധരിച്ചിട്ടില്ല. പുതപ്പും കൊടിയും മാറ്റിക്കഴിഞ്ഞ സ്ത്രീകൾ പിന്നീട് പുതപ്പും കൊടിയും എടുത്തിട്ടില്ല. സമ്മതം വേണ്ട എന്ന് പറഞ്ഞ് ഈ കോണകമാലം നീട്ടി നടക്കുന്ന നമ്പൂരിമാരുടെ പിന്നാലെ പോവാൻ നിങ്ങൾക്ക് വിദ്യാസമ്പന്നരായ നിങ്ങൾക്ക് നാണമില്ല സ്ത്രീകളെ എന്ന് NSSന്റെ മന്നത്ത് പത്മനാഭൻ ചോദിച്ച് ഇവരെ കളിയാക്കിയതിന്റെ ഭാഗമായിട്ട് ഇവര് സമ്മതം വേണ്ടാന്ന് വെച്ചു. അതിന്റെ കൂടെ മലബാർ മാരേജ് ആക്ട് വരുന്നു. ആക്ട് വന്നതോടുകൂടിയിട്ട് മാരേജ് കോൺട്രാക്ട് ആയിട്ട് മാറുകയും ഈ രീതിയിൽ നിയമമായിട്ട് മാരേജ് ലോ വരികയും ചെയ്തതിന്റെ ഭാഗമായിട്ട് മാറിയതിന് ശേഷം നായർ സ്ത്രീകളാരും സമ്മതത്തിന് തയ്യാറായിട്ടില്ല. ഈഴവ സ്ത്രീകൾ അന്ന് പറഞ്ഞത് വിദ്യാക്ഷേത്രങ്ങളാണ് നമുക്ക് വേണ്ടത്, ഇനി നമുക്ക് വേണ്ടത് അമ്പലങ്ങളല്ല വിദ്യാക്ഷേത്രങ്ങളാണ്. ആ വിദ്യാക്ഷേത്രത്തിൽ പഠിപ്പിക്കേണ്ടത് പെൺകുട്ടികളെയാണ്. കാരണം അവര് പഠിച്ചിട്ട് മാത്രമേ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഇഫ് യു ടീച്ച് എ വുമൺ, the whole family will be empowered. If you teach a man, only he will be empowered. ആ ഒരു പഴയ സംഭവം അതേ രീതിയിൽ തന്നെ യൂണിവേഴ്സിറ്റി ഇടയിൽ നാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന എസ്തെറ്റിക് മൂവ്മെന്റ് മുന്നോട്ട് വയ്ക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യും. ആ രീതിയിലെ സമസ്ത തലങ്ങളിലും വിദ്യാഭ്യാസത്തിന്റെ, വിവാഹത്തിന്റെ, കുടുംബ ജോയിന്റ് ഫാമിലി മാറിയിട്ട് ന്യൂക്ലിയർ ഫാമിലി ആകുന്ന കാലഘട്ടം, അതിലോ എല്ലാവർക്കും ഓഹരി കിട്ടുന്ന രീതി, ഇതൊക്കെ തന്നെ നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിന്ന് നമ്മുടെ വിദ്യാഭ്യാസമാണ്. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് വിദ്യാഭ്യാസം ഞാൻ ആദ്യം ചോദിച്ച പോലെ? Are we fighting against any of the odds in front of us? നമ്മൾ എന്താണ് എന്നത് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എന്താണ് എന്നത് മറ്റുള്ളവർ പറയുമ്പോഴും നമ്മൾ നമ്പായിട്ട് കേട്ടോണ്ടിരിക്കുന്നെങ്കിലും നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വീടുമുറിയിൽ കാണുന്ന ഒരു പരസ്യമുണ്ട്, കച്ചവടമാണ് ഈ സംസ്കാരം. വിപണിയിലാണ് നമ്മൾ എന്താണ് എന്നത് തീരുമാനിക്കപ്പെടുന്ന വിപണിയാണ്, സമൂഹമല്ല. നമുക്ക് എന്ത് വില എന്നുള്ളത് തീരുമാനിക്കുന്നത് വിപണിയാണ്, വിവാഹ വിപണിയാണ്. എത്ര ഡൗറി വേണം, എത്ര സ്വർണം വേണം എന്നത് തീരുമാനിക്കുന്നത് മറ്റാരോ ആണ്, നമ്മളല്ല. ഈ വിപണിയുടെ ഭാഗമായിട്ട് സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് എന്ന് അവർ പറയുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്നും ഒരു ശബ്ദം വരാത്ത എന്തുകൊണ്ടാണ്? അടുത്തു പോകാന്ന് പറയുന്ന പാട്ട് പാടുന്നു, അല്ലെങ്കിൽ എൻഗേജ് പോലെയുള്ള ഒരു സാധനം ശരീരത്തിൽ തേക്കുന്നു, അല്ലെങ്കിൽ ബസ്സിൽ കൈ ഉയർത്തി പിടിച്ച് നിൽക്കുന്നു, കക്ഷത്തിൽ നിന്ന് ഇങ്ങനെ വാസന പോകുന്നു, അതിൽ മൂക്ക് ചുളിക്കുന്ന പെൺകുട്ടി. അടുത്ത ദിവസം ആ ആൺകുട്ടി എന്തെങ്കിലും സോപ്പ് തേച്ചുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ എൻഗേജ് പോലെയുള്ള എന്തെങ്കിലും ഒരു പിശ് അടിച്ചുകൊണ്ട് വരുന്നു. അതോട് കൂടിയിട്ട് അടുത്ത ദിവസം അവന്റെ അടുത്തേക്ക് പോകുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ആ പെൺകുട്ടി ഇവന്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നതാണ്. ഇതാണ് പെൺകുട്ടി എന്നാണ് പറയുന്നത്. ഒരു വാസനയുടെ സോപ്പ് തേച്ച് കുളിച്ചാൽ അവന്റെ കൂടെ പോകുന്നവരല്ല നമ്മളെന്ന് നമുക്കറിയാം. നിങ്ങൾ ആരും അറിയാം, ഇത് ആരെ പറഞ്ഞു? കയ്യടിക്കാനല്ല, ഇത് ആര് പറയും? നമ്മൾ എവിടെ പറയൂ? ഇത് എവിടെയാണ് നമ്മളിത് പറയുക? ഞാനിതല്ല, ഞാൻ ഇത്ര ശക്തിയാണ് എന്ന് നമ്മൾ എവിടെ പറയുക? അതിനുള്ള വേദികൾ നമുക്കുണ്ടോ? അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കേണ്ട നമ്മുടെ ചുമതല. അതിനല്ലേ നമുക്ക് വിദ്യാഭ്യാസം തന്നത്? നമ്മുടെ മുത്തശ്ശിമാർ ഇത്രമാത്രം ബുദ്ധിമുട്ടിയിട്ട് നമുക്ക് വിദ്യാഭ്യാസം തന്നത് എന്തിന്? ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യാനാണ്. നമ്മളെ ഒരു വേദിയുമില്ലാതെ കം ആൻഡ് സീ ദ നിർഭയ സെന്റേഴ്സ്, നിർഭയ ഹോംസ് ഇൻ കേരള. 12 ജില്ലകളിലായിട്ട് 12 കേന്ദ്രങ്ങളുണ്ട് നമുക്ക്. മൊത്തം 560ഓളം കുട്ടികളുണ്ട്. 80 പ്രസവങ്ങൾ കഴിഞ്ഞിരിക്കുന്നു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ. 60% കുട്ടികളുടെ വീട്ടിന്റെ അകത്ത് നിന്ന് ഇംപ്രഗ്നേറ്റ് ചെയ്തതാണ്. മുത്തശ്ശനും ഏട്ടനും മറ്റേ സ്റ്റെപ്പ് ഫാദറും ഒക്കെ ആണായിട്ട് പ്രതികള്. നമ്മൾ എന്തിങ്ങനെയായി പോവാണ്? ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയധികം വലിയ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന രീതിയിൽ സോഷ്യൽ റിഫോമും എഡ്യൂക്കേഷനും വിവാഹവും ഫാമിലി ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു ഭൂമിക ഉണ്ടാക്കി തന്ന നമ്മുടെ മുത്തശ്ശിമാരോട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പ്രതിവിധി നമുക്കൊരു ഉത്തരവാദിത്വം അവർക്ക് തോന്നിയിരുന്നു. അടുത്ത തലമുറയ്ക്ക് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്.
അടുത്ത തലമുറയെ മാറ്റേണ്ടത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ നിന്നേ തീരൂ. ഞാൻ ഈ സമൂഹത്തിൽ നിന്നേ തീരൂ. ഈ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ ഞാൻ ചോദ്യം ചെയ്തേ തീരൂ എന്ന് അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നു. They were more educated than us, brother. That way. കാരണം സ്വന്തം മകൻ മരിച്ചിട്ടും ആര്യപ്പള്ളത്തിന്റെ മകൻ മരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് വിധവാ വിവാഹം നടക്കുന്നത്. ആൻഡ് ഷീ ഈസ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. യു നോ, ഷീ ഹാസ് റിട്ടൺ ഇറ്റ് ഇൻ ആൻ ആർട്ടിക്കിൾ. ഷീ ഈസ് തിങ്കിങ് അബൌട്ട് ഇറ്റ് വെദർ ഐ ഷുഡ് ഗോ ദേർ. ഞാൻ ബെറിയുടെ മദറല്ലേ, അപ്പൊ ഞാൻ ഇവിടെയല്ലേ ഇരിക്കുന്നത്. Then she herself thinks, അവിടെ തുടങ്ങി വെച്ചത് ഞാനാണ്. വിധവാ വിവാഹം എന്ന് പറയുന്നത് തുടങ്ങി വെച്ചത് ഞാനാണ്. മോൻ മരിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ ഇതിൽ ഞാൻ ഇന്ന് കരഞ്ഞൊരു കാര്യമൊന്നുമില്ല. അവിടെ എനിക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. I should go there. And she attends that വിധവാ വിവാഹം and inaugurates the വിധവാ വിവാഹം. അത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എത്ര പേര് നമ്മുടെ ഇടയിൽ ഇന്നുണ്ട്. ഞാൻ എന്റെ കാര്യം അവരവരിസത്തിൽ നിന്ന് മാറാതെ മറ്റ് സൊസൈറ്റിയിലുള്ള ഈ പറഞ്ഞ നിർഭയാദാസ് നമ്മുടെ ഒക്കെ സഹോദരികളാണ്. നമ്മൾ എന്താ ഇതിനെ കുറിച്ച് ആലോചിക്കാത്തത്? നമ്മൾ എന്താ അവരോട് കാണുകയോ അവരോട് സംസാരിക്കുകയോ? ജസ്റ്റ് ഇമാജിൻ ഇൻ ദ നിർഭയ ഹോംസ്, പ്രണയം ആയിട്ട് ലവ് അഫെയർ ആയിട്ട് ഒരു ദിവസമൊക്കെ എവിടെയെങ്കിലും ഗുരുവായൂരിലൊക്കെ പോയി താമസിച്ചിട്ട് തിരിച്ചു വന്ന കുട്ടിയും നിർഭയ ഹോമിലാണ്. അതേമാതിരി പ്രഗ്നന്റ് ആയിട്ടുള്ള കുട്ടിയും 12 വയസ്സായ കുട്ടി കഴിഞ്ഞ ദിവസമാണ് മുത്തശ്ശന്റെ കുട്ടിയെ പ്രസവിച്ചത്. അവൾ വലിച്ചെറിയ ചെയ്ത കുട്ടിയെ. എനിക്ക് വേണ്ടായിരുന്നു. പഠിക്കുന്ന കുട്ടികളാണ്. അവിടെ നിന്നിട്ട് വക്കീൽ വരെ പഠിച്ചിട്ട് IAS ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടിയുടെ ഫിലിമിന്റെ ഇനോഗ്രേഷൻ ഉച്ചയ്ക്ക് ശേഷം. റഹാന എന്ന് പറയുന്ന കുട്ടി, അവൾ അവിടെ കിടന്ന് പഠിച്ച് അവളുടെ അച്ഛനാണ് അവളുടെ അബ്യൂസർ. വീട്ടിൽ നിൽക്കാൻ പറ്റാതെ മറ്റേ നിർഭയ ഹോമിൽ വന്ന് അച്ഛനെ അറസ്റ്റ് ചെയ്തു. ഈസ് ഇൻ ദ ജയിൽ നൗ. നിർഭയ ഹോമിൽ വന്ന് പഠിച്ച് അവിടെ നല്ലോണം മിടുക്കിയായിട്ട് പഠിച്ച് ലോ കംപ്ലീറ്റ് ചെയ്ത് ML കഴിഞ്ഞിട്ട് നൗ ഷീ ഈസ് പ്രാക്ടീസിങ് ഫോർ IAS. ഷീ സ്റ്റിൽ ഇൻ ദ ഫാമിലി. അപ്പൊ ഇത് പഠിക്കാനുള്ള താല്പര്യം നിങ്ങളെ പോലെ തന്നെ അവർക്കും ഉണ്ട്. നിങ്ങളെ പോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിച്ച് കോളേജിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം ആ കുട്ടികൾക്കും ഉണ്ട്. നമ്മൾ എന്താ അവരെ കുറിച്ച് ചിന്തിക്കാത്തത്? ഇവരിങ്ങനെ ആയിപ്പോവാൻ നമ്മളും കൂടി കാരണക്കാരല്ലേ? നമുക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്നും പെരുമാറാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ വിചാരിച്ചു എന്ന് പറഞ്ഞാല് അന്ന് അവർ വിചാരിച്ചിട്ട് ഞാനിപ്പോ മാറി മറിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരാൾ വിചാരിച്ചിട്ട് എന്ത് നടക്കാനും ഞാനിപ്പോ ആ ജാതിയിൽ പോയിട്ട് എന്താ നടക്കാൻ പോകണം എന്ന് ആലോചിച്ചിട്ട് ഇന്ന് നമുക്ക് ഇരുസിറ്റൊന്നും നടക്കാൻ പറ്റുമോ? അപ്പൊ അവർക്ക് കൂടുതൽ സാമൂഹ്യബോധം ഉണ്ടായിരുന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. We have our right and we have a duty to the next generation. We have to fulfill that. അതിന് സോഷ്യൽ ഇഷ്യൂസിൽ ഇടപെടണം. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിൽ നിങ്ങൾ ഇടപെടണം. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന സിനിമയിൽ ക്രിട്ടിക്കലായിട്ട് വ്യൂ ചെയ്ത് അതിന് വീട്ടിൽ ഇരിക്കുന്ന എല്ലാവരും കൂടി ഇരുന്ന് കാണുന്ന സമയത്ത് ഉച്ചത്തിൽ അത് പറയണം, അത് ചെയ്ത് ശരിയല്ല, ആ സ്ത്രീ അതല്ല, അങ്ങനെയല്ല സ്ത്രീകളെ കാണിക്കേണ്ടത് ഉച്ചത്തിൽ നമ്മൾ പറയണം. സ്ത്രീ നമ്മളെന്താ ഇങ്ങനെ വാസനയുള്ള സോപ്പ് തേച്ച് കുറിച്ച് അവന്റെ കൂടെ പോകുന്ന ആരോ നമ്മളെ കുടുംബത്തിനകത്ത് ചോദിക്കണം. ഇതിനെല്ലാം ചോദ്യം ചെയ്യാനുള്ള ശക്തി നിങ്ങളിൽ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. അവര് നേടിത്തന്ന കാര്യത്തിൽ ഊറ്റം കൊണ്ടുള്ള ആ എനർജി കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിനുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.